എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ നേരിട്ട് തന്നെ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അക്ഷയതൃതീയ വിശ്വാസവും കച്ചവടവും എന്നുള്ളതാണ് വിഷയം. ഈ കഴിഞ്ഞ ഏപ്രിൽ 30 അക്ഷയതൃതീയ നടന്നത്. അപ്പോൾ ഏകദേശം ഏതാണ്ട് അതിനു മുമ്പുള്ള ദിവസങ്ങളേക്കാൾ 36% അധികം സ്വർണത്തിൻ്റെ കച്ചവടം നടന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അക്ഷയതൃതീയയുടെ അന്ന് സ്വർണം വാങ്ങിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും യുക്തിചിന്ത ഫോളോ ചെയ്യുന്നവരായതുകൊണ്ട് നമുക്കതിൻ്റെ തെറ്റുകളും അറിയാം, അല്ല അതിൻ്റെ പിന്നുള്ള അന്ധവിശ്വാസങ്ങളും അറിയാം. അപ്പോൾ ഞാനിനി ആരോടാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എങ്കിലും എൻ്റെ ആദ്യത്തെ ഒരു സന്തോഷം പറയട്ടെ. ഞാൻ ഇപ്പോൾ കുറച്ച് വേദികളിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എല്ലാം പറയും മാക്സിമം സ്ത്രീകളെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കണേ എന്ന് പറയാറുണ്ട്. ഇപ്രാവശ്യം അത് പറഞ്ഞിരുന്നു. എന്തായാലും എണ്ണത്തിൽ കുറവാണെങ്കിലും ബാക്കിയുള്ള വേദികളിൽ നിന്ന് എണ്ണമുണ്ട്. അതൊരു സന്തോഷമാണ്. കാരണം ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ നമുക്ക് സംസാരിക്കാനുള്ളത് സ്ത്രീകളോടാണ്. ഭക്തിയുടെ മൊത്ത കച്ചവടക്കാർ സ്ത്രീകളാണ് എന്നുള്ളതാണ് മറ്റൊരു ദുഃഖസത്യം. ഓക്കെ, നമുക്ക് അക്ഷയതൃതീയയിലേക്ക് വരാം. അപ്പം അക്ഷയതൃതീയ ഇതിൻ്റെ വിശ്വാസ പ്രമാണം പറയുന്നത് മേടമാസത്തിലാണല്ലോ. മേടമാസത്തിലെ ശുക്ലപക്ഷത്തിൽ തൃതീയ ദിവസം, അങ്ങനെയാണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത. അത് ഭയങ്കര ഐശ്വര്യമുള്ള ദിവസമാണ്. ആ ദിവസത്തിൽ എന്ത് കാര്യം ചെയ്താലും ഇരട്ടിക്കും എന്നാണ് പറയുന്നത്. അപ്പം പുരാണ കഥകൾ ഒരുപാടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് പിന്നെ കഥകൾക്ക്, ചരിത്ര കഥകൾക്കും മിത്തുകൾക്കും ഒരു പഞ്ഞുമില്ലല്ലോ. എന്തെടുത്താലും അതിൻ്റെ പിറകിലൊരു വിശ്വാസവും അതുമായി ബന്ധപ്പെട്ടൊരു കഥയും ഉണ്ടാകും. അപ്പോൾ ഇതിനും ഒരു കഥയൊന്നുമല്ല, ഞാൻ നോക്കിയപ്പോൾ ഒരു 4-5 കഥകളുണ്ട്. അപ്പം ഒന്നാമത്തെ കഥ പറയുന്നത് ഏതായിരുന്നു? പരശുരാമൻ അവതരിച്ച ദിവസം എന്നാണ് പറയുന്നത്. പരശുരാമൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ പരശുരാമൻ അവതരിച്ച ദിവസമാണ് അക്ഷയതൃതീയ ദിവസം. പിന്നെ പാഞ്ചാലിക്ക് അക്ഷയപാത്രം ലഭിച്ച ദിവസമാണ് അത്രേ അക്ഷയതൃതീയ ദിവസം. അപ്പോൾ അതിൽ തന്നെ നോക്കിയപ്പം പാഞ്ചാലിക്ക് അക്ഷയപാത്രം ലഭിച്ചതിന് പല കഥകളുണ്ട്. കൃഷ്ണൻ കൊടുത്തതാണെന്നാണ് ഞാൻ പണ്ടെങ്ങോ വായിച്ച കഥ. പക്ഷേ അതല്ലാതെ സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് പാഞ്ചാലി നേടിയതാണ് അത്രേ അക്ഷയപാത്രം എന്നും ഒരു കഥ പറയുന്നുണ്ട്. പിന്നെ ഭഗീരഥ പ്രയത്നം, നമ്മൾ കുട്ടികളോട് എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നൊരു കഥയാണ്, മോട്ടിവേഷൻ കഥയായിട്ട് പറയാറുണ്ട്. ഭഗീരഥ പ്രയത്നം അല്ലേ? ഭഗീരഥൻ്റെ പിതാമഹന്മാർക്ക് മോക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ട് ഗംഗയെ ഭൂമിയിലേക്ക് തപസ് ചെയ്ത് എത്തിച്ച ദിവസമാണ് ആ ദിവസമാണിതെന്നാണ് പറയുന്നത്. അത് തപസ് ചെയ്ത് 1-2 തവണയൊന്നുമല്ല. ആദ്യമേ ഗംഗയെ തൃപ്തിപ്പെടുത്താൻ തപസ് ചെയ്യുന്നു. ഗംഗ പറയുന്നു എൻ്റെ ഭാരം താങ്ങാൻ ഭൂമിക്ക് കഴിയില്ല, അതുകൊണ്ട് ഭൂമിദേവിയെ തൃപ്തിപ്പെടുത്തണം. അങ്ങനെ ഭൂമിദേവിക്ക് വേണ്ടി തപസ് ചെയ്യുന്നു. അപ്പോൾ ഭൂമിദേവി വീണ്ടും പറയുന്നു എനിക്കത് ഭാരം ചുമക്കാൻ പറ്റത്തില്ല, അത് ശിവനെ കഴിയുകയുള്ളൂ. അങ്ങനെ ശിവന് വേണ്ടി വീണ്ടും തപസ് ചെയ്യുന്നു. ഇത്രയും തപസ്സുകളാണ്. അപ്പോൾ ഈ ദൈവത്തിനെയൊക്കെ ഓരോ കാര്യം സാധിക്കാൻ വേണ്ടി നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അതായത് നമുക്ക് എല്ലാ ഐശ്വര്യവും തരുന്ന ആളാണ് ദൈവം എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമുക്കൊരു കാര്യം സാധിക്കണമെങ്കിൽ വർഷങ്ങളോളമാണ് ദൈവത്തിനെ തപസ് ചെയ്ത് സംതൃപ്തിപ്പെടുത്തണം എന്നുള്ളതാണ്. അങ്ങനെ ശിവൻ സമ്മതിക്കുന്നു. ഗംഗ ശിവൻ്റെ ജടയിൽ നിന്ന്, അതാണല്ലോ ജടയിലേക്ക് ശിവൻ സ്വീകരിക്കുന്നു, ജടയിൽ നിന്ന് ഒഴുകുന്നു. ആ ദിവസമാണ് അത്ര അക്ഷയതൃതീയ. അങ്ങനെയും ഒരു കഥയുണ്ട്. ഇതിൽ മനോഹരമായൊരു കഥ, ശങ്കരാചാര്യർ ജീവിച്ചിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ശങ്കരാചാര്യർ സ്വർണ്ണ നെല്ലിക്കയുടെ മഴ പെയ്ച്ചു അത്രേ. അതായത് സംഭവം ശങ്കരാചാര്യർ ഭിക്ഷ തേടാൻ വേണ്ടിയിട്ട് വിശന്നിട്ട് ഒരു ഭവനത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മൂമ്മയുടെ കയ്യിൽ അവിടെ ഭക്ഷണമൊന്നുമില്ല, ആകെ ഒരു ഉണക്കനെല്ലിക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉണക്കനെല്ലിക്ക ശങ്കരാചാര്യർക്ക് കൊടുക്കുന്നു. ഇത് കണ്ട് സംപ്രീതനായ ശങ്കരാചാര്യർ സ്വസ്ത്രം ചൊല്ലിയിട്ട്, കനകധാര സ്വസ്ത്രം അങ്ങനെ എന്തോ ആണ്, അത് ചൊല്ലിയിട്ട് സ്വർണ്ണ നെല്ലിക്കയുടെ മഴ പെയ്ച്ചു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഞാനിത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ മോൻ ചോദിച്ചു അങ്ങനെയാണ് പിന്നെ ശങ്കരാചാര്യർക്ക് മഴ പെയ്ത് ആഹാരമൊന്നും എടുത്താൽ പോരെ, പിന്നെ എന്തിനാണ് പിന്നെ ഇങ്ങനെ ഒരു ഡ്രാമയുടെ ആവശ്യം എന്നുള്ളതാണ്. അപ്പോൾ അതാണോ ഇനി സ്വർണ്ണമായിട്ടുള്ള ലിങ്ക് എന്താണെന്ന് ഇതുവരെയും വായിച്ച കഥകളിലൊന്നും കണ്ടില്ല. അപ്പം അങ്ങനെ ഒരു കഥയുണ്ട് അക്ഷയതൃതീയ ദിവസം. അപ്പം അത് കഴിഞ്ഞ് അക്ഷയതൃതീയയെ പറ്റി പറയുമ്പോൾ ദാനം കൊടുക്കുക എന്നുള്ളതാണ്. ഈ ശങ്കരാചാര്യർക്ക് ദാനം കൊടുത്തത് കൊണ്ടാണല്ലോ സ്വർണ്ണ നെല്ലിക്ക കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ ഭക്ഷണമാകട്ടെ വസ്ത്രമാകട്ടെ എന്തെങ്കിലും ദാനം കൊടുക്കേണ്ട ദിവസമാണ് അക്ഷയതൃതീയ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഐശ്വര്യമുണ്ടാകും. അങ്ങനെ അപ്പോഴും സ്വർണം വാങ്ങിക്കുന്നതിൽ എവിടെയാണ് ഐശ്വര്യം എന്നുള്ളത് ഞാൻ ഒരു സ്ഥലത്തും സെർച്ച് ചെയ്തിട്ട് കണ്ടില്ല. നമ്മളെല്ലാവരും പറയുന്നു അപ്പോൾ ആരാണ് നമ്മളെ കൊണ്ട് സ്വർണം വാങ്ങിപ്പിച്ചതുള്ളതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിന് പിന്നെ നമ്മൾ ഈ സാധാരണ ആളുകൾ എന്താണ്, നമ്മൾ വിശ്വാസികൾ
വിശ്വാസികളാണെങ്കിൽ പോലും ഈ ഐതിഹ്യം പറയുന്നവരോടൊപ്പം തന്നെ സയൻറ്റിഫിക്കായിട്ട് ചില വിശദീകരണങ്ങളും കൂടെ കൊടുക്കും നമ്മൾ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരു വിശദീകരണം കിടക്കുന്നു, ആസ്ട്രോളജിക്കലായിട്ടൊരു വിശദീകരണം ഇതാണ്: സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ രേഖയിൽ വരുന്ന ദിവസമാണത്ര ഇത്. അപ്പം അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ എനർജി, അതിപ്പോൾ മേടമാസത്തിൽ എന്തായാലും ഭൂമധ്യരേഖയോട് അടുത്ത് സൂര്യൻ നിൽക്കുന്നതുകൊണ്ട് നമ്മളും കർക്കത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതുകൊണ്ട് ചൂട് കൂടുതലാണ്. അപ്പോൾ അന്ന് എനർജി കൂടുതലാണ്. ഈ ദിവസം സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ രേഖയിൽ വരുന്നത് കൊണ്ട് എനർജി കൂടുതലാണ്. അതാണ് ഒരു ആസ്ട്രോളജിക്കൽ സിഗ്നിഫിക്കൻസ് പറയുന്നത്. അപ്പം അങ്ങനെയും പറയാമല്ലോ. ഇപ്പോൾ വിശ്വാസികൾ അങ്ങനെയാണല്ലോ, നിങ്ങൾ അതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമായി നിന്നാണ്ട് ഇവിടെ ഇങ്ങനെയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ അക്ഷയ തൃതീയ ദിവസം ഇങ്ങനെ ഐശ്വര്യമുള്ള ദിവസമാണ്. അതുകൊണ്ട് എന്താണ്, നമുക്ക് സ്വർണം വാങ്ങിച്ചാൽ ഇരട്ടിയായിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ രണ്ട് രീതിയിലും നമുക്ക് മിത്തുകളിലും എല്ലാ മിത്തുകൾക്കും ഒരു ധാരണ, ഇപ്പുറത്തൊരു കഥയും വെക്കുമല്ലോ അല്ലേ. നമ്മൾ വിമാനം കണ്ടുപിടിച്ചത് നിങ്ങളല്ല, അതിനേക്കാൾ മുമ്പേ ഞങ്ങൾ വിമാനം പറപ്പിച്ചിരുന്നു എന്ന് പറയുന്നത് പോലെ രണ്ട് കഥകളും കൂടെ ചേർത്ത് നമുക്ക് എപ്പോഴും നമ്മളുടെ ഇന്ത്യൻ സമൂഹത്തിൽ അങ്ങനെ ഒരു ഭാഗ്യം നമുക്കുണ്ട് എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് അപ്പോൾ നമ്മൾ വീണ്ടും, അതായത് യുക്തിവാദികളെയും അല്ലെങ്കിൽ ഈ സയൻറ്റിഫിക് ആയിട്ടുള്ളവരെയും വിശ്വസിക്കണമല്ലോ. അപ്പോൾ സ്വർണം ധരിക്കും. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി അന്വേഷിക്കുകയാണ് എന്താണ് ഈ സ്വർണത്തിൻ്റെ കഥ. അപ്പോൾ വീണ്ടും ഗൂഗിളിൽ നോക്കുമ്പോൾ സ്വർണം ധരിക്കുന്നതുകൊണ്ട് കുറേ ഗുണങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് പറയുന്നത് പിന്നെ നമുക്ക് ഭാഗ്യം കൊണ്ടുവരും. അത് സയൻറ്റിഫിക്കായിട്ട് തന്നെ പറയാം, ഭാഗ്യം കൊണ്ടുവരും. നമ്മുടെ സ്കിൻ ഹെൽത്തിന് അത് നല്ലതാണ്. യഥാർത്ഥത്തിൽ സ്വർണ്ണാഭരണം ധരിച്ചു കഴിഞ്ഞിട്ട് സ്വർണ്ണത്തിനകത്ത് എന്തായാലും അഴുക്കുകൾ കയറിയിരിക്കും. അത് നമ്മുടെ സ്കിന്നിന് അലർജിയാണ് സാധാരണ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിൽ പറയുന്നു നിങ്ങളുടെ സ്കിൻ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ എനർജി കൂട്ടിയിട്ട് നിങ്ങളുടെ ഓറയെ ശക്തിപ്പെടുത്തും. അങ്ങനെയൊക്കെയാണ് സ്വർണ്ണത്തിൻ്റെ ഗുണങ്ങളായിട്ട് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഇപ്പുറത്ത് മറ്റൊരു ഗുണമുണ്ട്. യഥാർത്ഥത്തിൽ സ്വർണം കൊണ്ടുള്ള ഗുണം എന്താണ് നമുക്കെല്ലാവർക്കും അറിയാം. അതൊരു അസറ്റ് തന്നെയാണ്, സാമ്പത്തികമായിട്ടുള്ള ഗുണം തന്നെയാണ്. അപ്പം നമ്മുടെ പിന്നെ ആ സാമ്പത്തിക ഗുണം എന്നുള്ളത് സ്ത്രീകൾക്ക് അറിയാമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ പണം അല്ലെങ്കിൽ ശേഖരിച്ച് വെക്കാൻ പറയുമ്പോൾ നമുക്ക് എതിർപ്പുണ്ടാകുന്ന സ്വർണ്ണമായിട്ട് ശേഖരിച്ച് വെക്കാം എന്ന് കരുതിയിട്ടാകും അല്ലേ. വിവാഹത്തിന് ഏറ്റവും കൂടുതൽ സ്വർണം ധരിക്കുന്നതാണ് നമ്മുടെ സാമൂഹിക പദവിയുടെ തന്നെ ഒരു സിമ്പലായിട്ട് നമ്മൾ കാണുന്നത് ഏറ്റവും കൂടുതൽ. ഇപ്പം എനിക്കൊക്കെ ഓർമ്മയുണ്ട്, എൻ്റെയൊക്കെ വീടിൻ്റെ അടുത്ത് കുഞ്ഞു പറഞ്ഞു, അപ്പം ഞാൻ 51 പവനില്ലാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങൂല എന്നാണ് ചില പെൺകുട്ടികൾ പണ്ടൊക്കെ പറഞ്ഞത്. ഇപ്പോൾ അത് കുറച്ച് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ആ സ്വർണം ധരിക്കുന്നത് തന്നെ ഒരു അന്തസ്സാണ് എന്നൊരു ചിന്ത നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടും സ്വർണം കയ്യിലുള്ളത് ഒരു ഐശ്വര്യമാണെന്ന് മറ്റൊരു രീതിയിൽ പറയുന്നു. അപ്പം സ്വർണത്തെ നമ്മളിങ്ങനെ സ്വീകരിക്കാൻ തയ്യാറാണ് ആര്? ഇന്ത്യക്കാർ. അത് പ്രത്യേകിച്ചും സ്ത്രീകൾ എന്നുള്ളതാണ്. സ്ത്രീകൾക്കാണ് സ്വർണ്ണം. അപ്പം ഞാൻ എനിക്ക് സ്വർണം കരുതിയാൽ പോരെ, സ്വർണം വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പോൾ എന്തുകൊണ്ട് നമ്മളത് ലോക്കറ്റായിട്ട് വാങ്ങിക്കുന്നത്? സ്വർണത്തിൻ്റെ ലോക്കറ്റുകൾ കിട്ടുമല്ലോ, നാണയങ്ങളായിട്ട് നമുക്ക് വാങ്ങിച്ചു വെക്കാമല്ലോ. അപ്പം നാണയത്തിൻ്റെ വിൽപ്പന കുറവാണ്, ആഭരണം തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകളും വാങ്ങിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ആഭരണങ്ങളാക്കി വാങ്ങിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. സ്വർണം നമുക്ക് കരുതി വെക്കാനാണെങ്കിൽ നാണയങ്ങളായിട്ട് വെക്കാം, എന്നിട്ടും നമ്മൾ ആഭരണങ്ങൾ വാങ്ങിക്കുന്നു. അപ്പോൾ ആഭരണങ്ങൾ നിങ്ങൾ വാങ്ങിക്കുകയാണോ, നിങ്ങളെ വാങ്ങിപ്പിക്കുകയാണോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചിന്ത വരേണ്ടത്. അപ്പം ഇങ്ങനെ നമ്മൾ ഇന്ത്യൻ സ്ത്രീകൾ സ്വർണം വാരിക്കൂട്ടി എന്തായാലും ലോകത്തിൻ്റെ സ്വർണത്തിൻ്റെ 11% ഇന്ത്യയിലെ സ്ത്രീകളുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്നാണ് കണക്ക്. ഏകദേശം 24,000 ടൺ സ്വർണം നമ്മുടെ ഇന്ത്യൻ സ്ത്രീകളുടെ കയ്യിലുണ്ട് മൊത്തം കണക്ക് പ്രകാരം. പിന്നെ അതുകൂടാതെ എന്തുകൊണ്ടായിരിക്കും ഇത്രയും സ്വർണം വന്നതെന്ന് നോക്കുക. അപ്പോൾ നോക്കിയപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമവും കിടക്കുന്നു. എന്താണെന്ന് വെച്ചാൽ വിവാഹിതരായ സ്ത്രീകൾക്ക് 500 ഗ്രാം സ്വർണം കയ്യിൽ വെക്കാം എന്നുള്ളതാണ്. പിന്നെ വിവാഹിതരല്ലാത്ത സ്ത്രീകൾക്ക് 250 ഗ്രാമും പിന്നെ 250 ഞാൻ ഗ്രാമാണോ എന്നറിയില്ല. പിന്നെ പുരുഷന്മാർക്കാണെങ്കിൽ 100 എന്നുള്ളതാണ് കണക്ക്. അതെന്താ അങ്ങനെ? ഈ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഇത്ര സ്വർണം കൂടുതൽ എന്നുള്ളത്. അപ്പോൾ അതിനകത്തറിയാം സ്ത്രീധനത്തിന് പ്രൊമോട്ട് ചെയ്യുക. വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്കാണല്ലോ സ്ത്രീധനമായിട്ട് സ്വർണം കൊടുക്കുക. അപ്പോൾ അവരുടെ കയ്യിൽ സ്വർണം വെച്ചോട്ടെ. അപ്പോൾ ഇൻഡയറക്റ്റായിട്ട് ഗവൺമെൻറ്റും സ്ത്രീകളുടെ കയ്യിൽ അല്ലെങ്കിൽ വിവാഹിതരായ സ്ത്രീകളുടെ കയ്യിൽ സ്വർണം ഇരുന്നോട്ടെ എന്നുള്ളതാണോ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം അതുകൊണ്ട് എങ്ങനെയാണ് സ്വർണം നിങ്ങളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ കയ്യിലേക്ക് വരുന്നത് എന്ന് നോക്കാം. ഈ അക്ഷയതൃതീയയുടെ കാര്യം പറഞ്ഞപ്പോഴും അക്ഷയതൃതീയ നമ്മൾ എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയായിട്ട് പറയുന്നത്? ഈ പറഞ്ഞ വിശ്വാസങ്ങളുമായിട്ടാണ്, ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. ഇന്ന ദിവസം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യം കിട്ടും, അതുകൊണ്ടാണ് നമ്മൾ സ്വർണം വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ വിശ്വാസങ്ങൾ എന്തിൻ്റെ ഭാഗമാണ്? തീർച്ചയായിട്ടും അത് മതത്തിൻ്റെയും ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഭാഗമാണ്. ഇനി ഈ സ്വർണം വാങ്ങിക്കുന്നത് ആരാണ്? അതും സ്ത്രീകളാണ് എന്നുള്ളതാണ്. അപ്പം സ്ത്രീകളെ എവിടെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം.
മതം ഒരു ആചാരത്തിൻ്റെ ഗൃഹോപകരണമാക്കിയിട്ടാണ് സ്ത്രീയെ എപ്പോഴും ഉപയോഗിക്കുന്നത്. നിങ്ങൾ വെറുതെ അമ്പലങ്ങളിലേക്ക് നോക്കൂ, അല്ലെങ്കിൽ വിശ്വാസമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് നോക്കൂ. അവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ആരാണ്? സ്ത്രീകളാണ് എന്നുള്ളതാണ്. ആ വിശ്വാസ സംരക്ഷകരാരാണ്? സ്ത്രീകളാണ്. വീടുകളിലേക്ക് നിങ്ങൾ നോക്കൂ. വീടുകളിൽ നമുക്ക് ആചാരങ്ങളുണ്ട്, വ്രതങ്ങളുണ്ട്. ഏതൊക്കെ വ്രതങ്ങളാണ്? തിങ്കളാഴ്ച വ്രതം, വെള്ളിയാഴ്ച വ്രതം, ശനിയാഴ്ച വ്രതം, ഞായറാഴ്ച വ്രതം, പിന്നെന്തോ ഒരു ഞാൻ കോളേജിൽ പോകുമ്പോഴാണോ ടീച്ചേഴ്സ് ഷഷ്ടി വ്രതം. അപ്പോൾ എനിക്ക് തോന്നും പുതിയ വ്രതങ്ങളാണ്. ഷഷ്ടി വ്രതം. ഈ വ്രതങ്ങളെല്ലാം എടുക്കുന്നത് ആരാണ്? സ്ത്രീകളാണ്. ഈ വ്രതം ഒന്നും പുരുഷന്മാരെടുക്കരുതെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി വ്രതം എടുക്കേണ്ടത് ആരാണ്? സ്ത്രീകളാണ്. അപ്പം ഗുണം മുഴുവൻ കിട്ടുന്നത് ആർക്കാണ്? കുടുംബത്തിന് മുഴുവനാണ് ഗുണം കിട്ടുന്നത്. പക്ഷെ ഇത് ചെയ്യേണ്ടത് ആരാണ്? സ്ത്രീകളാണ് എന്നുള്ളതാണ്. അപ്പം വീണ്ടും നമുക്ക് ജെൻഡർ തിയറിയിലേക്ക് വരുമ്പോൾ മനസ്സിലാകും, ഈ വ്രതം എടുക്കുക അല്ലെങ്കിൽ പൊങ്കാല ഇടുക എന്നൊക്കെ പറയുമ്പം അതിന് കുറച്ച് സമയം വേണം. സമയം നമ്മൾ ചിലവാക്കേണ്ടി വരും, കുറച്ച് എനർജി വേണം. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചിട്ടകളുണ്ട്, ആചാരനിഷ്ഠകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കുറച്ച് ക്ഷമ വേണ്ടുന്ന പ്രക്രിയകളാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ക്ഷമ വേണ്ടുന്ന, സമയം ഒരുപാടെടുക്കുന്ന, എന്നാൽ നമ്മൾക്ക് പ്രതിഫലമൊന്നും കിട്ടാത്ത ജോലികളൊക്കെ ആരായിരിക്കും ചെയ്യുക? തീർച്ചയായിട്ടും അത് സ്ത്രീകളാണ്. അപ്പോൾ പക്ഷേ ഇതെല്ലാം ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് കൂടി ഓർത്തോണം. കുടുംബത്തിൻ്റെ മുഴുവൻ ഐശ്വര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ മുഴുവൻ കാര്യങ്ങൾ. ഇപ്പം അടുക്കളപ്പണികൾ അറിയാമല്ലോ, അടുക്കളപ്പണികൾ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ചെയ്യുന്നത് സ്ത്രീകളാണ്. എന്ത് ജോലികളായിക്കോട്ടെ. അപ്പം അതുപോലെ തന്നെ ഒരു പ്രവൃത്തിയായിട്ട് നമുക്കിതിനെ കാണാം, ഈ പറയുന്ന വിശ്വാസങ്ങളും വ്രതങ്ങളും. അപ്പോൾ ഇതെല്ലാം സ്ത്രീകൾ എടുത്തോട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണം ആർക്ക് കിട്ടും? പുരുഷനും ബാക്കിയുള്ള എല്ലാവർക്കും കിട്ടും. പൊങ്കാലകൾ എടുത്ത് നോക്കും. ഇത്രയും എവിടെയെങ്കിലും എന്തോരം പൊങ്കാലാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊക്കെ എത്രയോ ലക്ഷം ആളുകളാണ് വരുന്നത്. അപ്പം നമ്മളുടെയൊക്കെ വിശ്വാസം അമ്പലത്തിനോടടുത്ത് പൊങ്കാല ഇടുമ്പോഴാണല്ലോ ദേവിയുടെ ചൈതന്യം പെട്ടെന്ന് കിട്ടുക. ഇത് കിലോമീറ്ററിന് അപ്പുറം ഇട്ട് പൊങ്കാല ഇട്ടാലും ഇതെങ്ങനെയാണ് ഐശ്വര്യം കിട്ടുക എന്ന് പറയാം. ചിലരൊക്കെ പോകാൻ പറ്റാത്തത് കൊണ്ട് പകരം ഞങ്ങൾ വീട്ടിൽ പൊങ്കാല ഇട്ടു എന്നും പറയാറുണ്ട്. അപ്പോഴും ഐശ്വര്യം അവിടെ നിന്ന് ഇവിടം വരെ വരുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നത് സ്ത്രീകളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ ക്ഷമയുള്ള കാര്യങ്ങളെല്ലാം സ്ത്രീകളെ കൊണ്ട് ചെയ്യിക്കുക. മതം ഏറ്റവും കൂടുതൽ കച്ചവടത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഈ പറഞ്ഞ അമ്പലങ്ങളിലെല്ലാം ഇരിക്കുന്ന സാധനങ്ങളൊന്ന് വെറുതെ നോക്കും. കച്ചവട സാധനങ്ങൾ അമ്പലങ്ങളിലായാലും ഈ പറഞ്ഞ പ്രദേശത്തെല്ലാം പോകുമ്പോൾ നിങ്ങൾ അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ വെറുതെ നോക്കിയാൽ മതി. അതെല്ലാം ആരുപയോഗിക്കുന്ന സാധനങ്ങളാണ്? കൂടുതലും സ്ത്രീകളും കുട്ടികളും ഉപയോഗിക്കുന്ന സാധനങ്ങളായിരിക്കും. ശ്രദ്ധിച്ചറിയാം അമ്പലത്തിന് ചുറ്റും പോയാൽ. അതെന്തുകൊണ്ടാണ്? സ്ത്രീകളും കുട്ടികളാകുമ്പം വാശി കാണിക്കും, നമ്മൾ സാധനം വാങ്ങിച്ചു കൊടുക്കും. ആ സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതിൻ്റെ കാരണം ഇങ്ങോട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ട് സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അവിടെ കച്ചവടം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ പറഞ്ഞ പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അത്തരം വിശ്വാസങ്ങൾ, ഈ പറഞ്ഞ വ്രതങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. രണ്ടാമത് ഈ വിശ്വാസങ്ങൾ പോലെ തന്നെ ഈ ഓരോ വ്രതത്തിൻ്റെയും കഥകൾ ഞാൻ പറയുന്നില്ല. അത് ഓരോ ഞായറാഴ്ച വ്രതം എടുക്കുന്നത് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനാന്ന് തോന്നുന്നു. വെള്ളിയാഴ്ച വ്രതമുണ്ട്, ശനി വ്രതമുണ്ട്, ശനിദേവനെ പ്രീതിപ്പെടുത്താൻ. പിന്നെ ഞായറാഴ്ച വീടുകളിൽ പൊങ്കാലകളും ഇടാറുണ്ട്. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാം അതിനെല്ലാം ഓരോ കഥകളും ഉണ്ടാകും. ആ കഥകളുടെ എല്ലാം അവസാനം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് ഐശ്വര്യം കിട്ടും എന്നുള്ളതാണ്. അതൊക്കെ പോട്ടെ. അത് കഴിഞ്ഞിട്ട് അരുൺ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞൊരു പുതിയൊരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ 2 ബുക്കുകളുണ്ട്, മതപ്പാടുകളും വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്നാണ്. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ഈ വിശ്വാസങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ബുക്കിൽ അദ്ദേഹം ദേവദാസി സമ്പ്രദായത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം ദേവദാസി സമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ട് പ്രോസ്റ്റിറ്റ്യൂഷൻ ജോലികളിലേക്ക് ഏർപ്പെട്ടു പോയ സ്ത്രീകൾക്കിടയിൽ നടത്തിയ ഒരു പഠനത്തിലാണ് അദ്ദേഹം അത് കണ്ടെത്തിയത്. അതിൽ പോലും സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് അതായത് ജയ്പൂരിൽ ഇവരെ രാജാക്കന്മാരായിരുന്നു ഈ ദേവദാസികളെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ രാജാക്കന്മാർ അതിനുശേഷം ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ അവർ ഒരു ദേവിയുടെ പേര് ഞാൻ മറന്നു, അങ്ങനത്തെ ഒരു ദേവി അവർ പ്രാർത്ഥിക്കുകയും അപ്പോൾ ആ ദേവി വന്ന് പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് ഉണ്ടായവരാണ്, അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ജോലി തുടരും, നിങ്ങൾക്ക് ദേവിയുടെ ഐശ്വര്യം ഉണ്ടാകും. കൃത്യമായിട്ട് നമുക്കറിയാം ആ ഒരു തൊഴിലിലേക്ക് സ്ത്രീകളെ മുഴുവൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഏതോ കഥകളാണ്.
കഥകൾ നമുക്ക് ഓരോ വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ദൈവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കഥകളും നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതൊന്നും യുക്തിപരമായ ഒരു കഥകളുമല്ല എന്നുള്ളത്. അപ്പം അതിലകത്തും സ്ത്രീകളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. മതപ്പാടുകൾ എന്ന് പറയുന്ന പുസ്തകത്തിനകത്തും പാലക്കാടിനടുത്തൊരു അമ്പലമാണ്. ആ അമ്പലത്തിൽ തേങ്ങയേറുന്നൊരു ചടങ്ങുണ്ടത്രേ. അതായത് നമുക്ക് അവിടെ പോയി തേങ്ങ എറിഞ്ഞിട്ട് രണ്ടായിട്ട് പൊട്ടും, അപ്പോൾ അത് ഐശ്വര്യം ഉണ്ടാക്കും എന്നുള്ളതാണ്. ഈ പറയുന്ന ചടങ്ങിനും ഏറ്റവും കൂടുതൽ വരുന്നത് സ്ത്രീകളാണ്. നമ്മൾ ഏത് അമ്പലത്തിൽ പോയാലും എവിടെ പോയാലും വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം സ്ത്രീകളുടെ മേലാണ് അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ആ ബുക്കിനകത്ത് ആ തേങ്ങയുടെ കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. തേങ്ങ രണ്ടായിട്ടാണ് കൃത്യമായിട്ട് പൊട്ടുന്നത്. അപ്പോൾ അയാളത് അന്വേഷിച്ചപ്പം എത്ര എറിഞ്ഞാലും തേങ്ങ എന്തായാലും കൃത്യം രണ്ടായിട്ട് പൊട്ടത്തില്ല. അപ്പോൾ അവരതിൻ്റെ ഫോട്ടോയും വീഡിയോ എടുത്തിരുന്നു. സൂം ചെയ്ത് നോക്കിയപ്പം കൃത്യമായിട്ട് ആ തേങ്ങ ഉടയ്ക്കുന്നതിന് മുമ്പ്, പൂജാരിയുടെ കയ്യിലായും തേങ്ങ ഉണ്ടാകുക, തേങ്ങ ഉടയ്ക്കുന്നതിന് മുമ്പ് അവിടെ അതിനിടയ്ക്ക് ഒരു വര, കൃത്യമായിട്ടൊരു വര കാണുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നേരത്തെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടാകും. അല്ലാതെ തലയിൽ തേങ്ങ എറിഞ്ഞ് പൊട്ടിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് മരണം സംഭവിക്കുമെന്നുള്ളതാണ്. അപ്പം ഈ പറഞ്ഞത് വിശ്വാസങ്ങളും ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്ത്രീകളെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതായത് കുടുംബം ഐശ്വര്യക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് സ്ത്രീയെയാണ്. അതേപോലെ സമൂഹം കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതും ഈ പറഞ്ഞ സ്ത്രീയെ തന്നെയാണ്, സ്ത്രീയുടെ വിശ്വാസങ്ങളെ തന്നെയാണ്. ഈ സ്ത്രീയുടെ വിശ്വാസങ്ങളെ ഉപയോഗിക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. നിങ്ങൾ ആറ്റുകാൽ പൊങ്കാലയുടെ കാര്യം പറയുന്നു. പൊങ്കാല ഇടുന്നത് മുഴുവൻ ആരാണ്? സ്ത്രീകളാണ്. പക്ഷേ അവിടെ ഒരു പ്രധാന അടുപ്പുണ്ടാകും. അതായത് പൊങ്കാല തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രധാന അടുപ്പ് അവിടെ കത്തിക്കും. അതാരാണ് കത്തിക്കുക? പുരുഷനാണ് കത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകളിടുന്ന പൊങ്കാലയിൽ എന്തുകൊണ്ട് ആ അടുപ്പിൽ നിന്നാണ് പിന്നെ ഈ പറഞ്ഞ തീ ഇങ്ങോട്ട് പകർന്ന് വരിക. അപ്പം പ്രധാന പൊങ്കാല അടുപ്പ് ആര് കത്തിക്കണം? പുരുഷൻ കത്തിക്കണം എന്നുള്ളതാണ്. അമ്പലങ്ങളിലെല്ലാം പോയി അർച്ചന നടത്തുന്നത്, വഴിപാട് നടത്തുന്നത് എല്ലാം ആരാണ്? സ്ത്രീകളാണ്. ഇതെല്ലാം അവിടെ ഇരുന്ന് നടത്തിക്കുന്നത് ആരാണ്? പുരുഷന്മാരാണ് എന്നുള്ളതാണ്. ഞാൻ പുരുഷൻ സ്ത്രീ എന്നുള്ള രീതിയിലല്ല പറയുന്നത്, വ്യവസ്ഥിതിയാണ്. അതായത് ഈ പറഞ്ഞ സ്ത്രീകളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്, പുരുഷനെ കൊണ്ടുള്ള രണ്ട് ബന്ധങ്ങൾ അവിടെ ഇരുത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു തിയറി ആയിട്ട് പറയുന്നത് ബഡ്ജറ്റ് ബർമാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇഫ് എ കൺസ്യൂമർ ഹാസ് എ സെക്സ്, ഉപഭോക്താവിന് ഒരു സെക്സ് ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അതൊരു ഫീമെയിൽ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഒരു മുതലാളിത്തത്തിന്, ഒരു കച്ചവടത്തിന് ഒരു സെക്സ് ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അതൊരു മെയിൽ മെമ്പർ ആയിരിക്കും എന്നുള്ളതാണ് ആ ഒരു ദുഃഖസത്യം. അപ്പം അതിൻ്റെ ഒരു കാരണമായിട്ട് അടുത്തത് പറയുന്നത് കൺസ്യൂമറിസം, അതായത് ഉപഭോക്തൃ സംസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെ സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കേണ്ട കാര്യമാണ്. കണക്കുകൾ പറയുന്നത് 85% വസ്തുക്കളും, അതായത് കൺസ്യൂമേഴ്സിൻ്റെ 85% കൺസ്യൂമേഴ്സ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്ത്രീകളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളുടെ ഈ കമ്പോളത്തിൽ വരുന്ന സാധനങ്ങളുടെ 85% വാങ്ങുന്നത് സ്ത്രീകളാണ് എന്നുള്ളതാണ്. അതിൽ പിന്നെ ഗൃഹത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ ഏകദേശം 93% വാങ്ങുന്നത് സ്ത്രീകളാണ്. അപ്പം നിങ്ങൾ വെറുതെ എങ്ങനെയാണ് സ്ത്രീകളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത് നോക്കുക. നിങ്ങൾ വെറുതെ പരസ്യങ്ങളൊന്ന് കണ്ണടച്ച് പരസ്യങ്ങളിലേക്കൊന്ന് പോവുക. എല്ലാ പരസ്യങ്ങളിലെയും പ്രധാനപ്പെട്ട അവിടെ ഉപയോഗിക്കുന്ന ടൂൾ ആരാണെന്നാണ്. ഏത് സാധനം എടുത്താലും, അതിപ്പം അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനമായിക്കോട്ടെ, പുറമേ വാങ്ങിക്കുന്ന സാധനമായിക്കോട്ടെ, എല്ലാ സാധനത്തിനകത്തും ആ സാധനം വാങ്ങിക്കുന്നതും ഉപയോഗിക്കുന്നതും സ്ത്രീകളാണ്. പരസ്യങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. പുരുഷനും വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ അപ്പോൾ പോലും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും വാങ്ങുന്നതും ഉപയോഗിക്കുന്നതുമായിട്ട് കാണിക്കുന്നത് ആരെയാണ്? സ്ത്രീകളെയാണ് എന്നുള്ളതാണ്. അപ്പം എനിക്കത് തോന്നിയത്, ഇത്രയും കണക്ക് കണ്ടപ്പോൾ ഞാനും ഞെട്ടിപ്പോയി. ഞാനും ആദ്യമായിട്ടാണ് ഇത്രയും കണക്കാണ്. അപ്പോൾ എന്ത് സ്ത്രീകളാണോ ഇത് ഇത്രയും വാങ്ങിക്കുന്നത്? അപ്പോൾ ശ്രദ്ധിച്ചപ്പം അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ പറഞ്ഞ ഈ നമ്മുടെ പ്രോഡക്ട്സിൻ്റെ മൊത്തം കമ്പോളം എടുത്തു വെച്ച് നോക്കിയാൽ പ്രോഡക്ട്സിൻ്റെ ഭൂരിഭാഗം സാധനങ്ങളും എന്താണ്? അത് നമ്മളുടെ നിത്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ്. അപ്പം ഈ പറഞ്ഞ വീടിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ആരാണ്? സ്ത്രീകളാണ്. ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ നീയല്ലേ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നീയല്ലേ ഇതൊക്കെ നോക്കുന്നത്, അപ്പം നീ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയാൽ മതി എന്ന് പറയും. അങ്ങനെ കമ്പോളത്തിലേക്ക് സ്ത്രീകളെ എത്തിക്കുന്നു എന്നുള്ളതാണ്. സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? ഈ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു. അപ്പം ആ പരസ്യങ്ങളിലൂടെ ഇനി പിന്നെ സ്വർണ്ണാഭരണത്തിൻ്റെ കാര്യം വരാം. ഇതിൻ്റെ കൂടെ ഞാൻ സ്വർണ്ണാഭരണം കൂടെ ചേർത്ത് പറയാം. സ്വർണ്ണാഭരണത്തിൻ്റെ നമ്മൾ പിന്നെ സ്വർണ്ണത്തിൻ്റെ പരസ്യങ്ങൾ ജ്വല്ലറി, അല്ലെങ്കിൽ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട്, കല്യാണമാണ്, വിവാഹമാണ് ഒരു പരസ്യത്തിൻ്റെ ടോപ്പിക് എങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ശ്രദ്ധാകേന്ദ്രം ആരാണ് അവിടെ?
സ്ത്രീയാണ്. രണ്ടുപേർക്കും രണ്ടുപേരുടെയും വിവാഹമാണ്. പക്ഷേ അവിടെ ആ കച്ചവട സാധനം എന്നുള്ള രീതിയിൽ അവിടെ പ്രകടിപ്പിക്കുന്നത് എപ്പോഴും സ്ത്രീയാണ്. ആഭരണങ്ങൾ അല്ലേ, ഈ ആഭരണം ഇട്ട് കഴിഞ്ഞപ്പോൾ നിനക്ക് എന്തായി, ആ ഐശ്വര്യം കൂടി, നീ സുന്ദരിയായി എന്നുള്ളതാണ്. എന്നാലും ഭീമയൊക്കെ പെണ്ണായാൽ പൊന്നു വേണം, അതൊക്കെ മാറ്റിയിട്ടുണ്ട്. പരസ്യത്തിൻ്റെ പേര് മാത്രമേ, അല്ലെങ്കിൽ ലൈൻ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴും വിവാഹത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം ധരിച്ചാൽ മാത്രമേ നിങ്ങളുടെ മകൾ സുന്ദരിയാകൂ, നിങ്ങൾക്ക് അഭിമാനം ഉണ്ടാകൂ, നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയും എന്നുള്ള രീതിയിലുള്ള പരസ്യങ്ങളിലെല്ലാം സ്വർണ്ണ ആഭരണങ്ങളെയാണ് ഏറ്റവും കൂടുതൽ പരസ്യങ്ങളിലൂടെ എത്തുന്നത്. അതൊന്നും വേണ്ട, എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് എത്താം. ഇവിടെ എത്ര പേര് സീരിയൽ കാണുമെന്ന് എനിക്കറിയില്ല. വെറുതെ സീരിയൽ നോക്കുക. സീരിയലുകളിലെല്ലാം നമ്മൾ ട്രോളി കളിയാക്കിക്കൊണ്ട് തന്നെ പറയുന്നത് അങ്ങനെ തന്നെയാണ്. അടുക്കളകളിൽ ഒരുങ്ങി പട്ടുസാരി ഉടുത്ത് ആഭരണങ്ങൾ ധരിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ്. വീടുകൾ നോക്കുക. ഞാനിത് എപ്പോഴും കരുതും, വെറുതെ അമ്മ സീരിയൽ കാണാറുണ്ട്. അപ്പം നമ്മൾ രാത്രിത്തെ ഭക്ഷണ സമയത്തായിരിക്കുമല്ലോ ഈ സീരിയൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, അതായത് മിഡിൽ ക്ലാസ് ഫാമിലിയുടെ കഥയായിരിക്കും കാണിക്കുക. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് അച്ഛൻ കഥാപാത്രം ഡ്രൈവറായിരുന്നു, KSRTC ഡ്രൈവറായിരുന്നു. KSRTCയിൽ ആരെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അറിയാം, അവർക്ക് ശമ്പളം കിട്ടുന്നതും അതിൻ്റെ പെൻഷനും ബാക്കിയുള്ള ആനുകൂല്യങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ഫാമിലി ഉണ്ടാകും എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ മകൻ ടാക്സി ഡ്രൈവറാണ്, ഒരു മകന് ജോലിയില്ല. പക്ഷേ അവരുടെ വീട് അപ്പർ ക്ലാസ്സിൻ്റെ വീടാണ്, സൗകര്യങ്ങൾ അങ്ങനെയാണ്, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ, ഇതെങ്ങനെ നമുക്ക് എത്ര ലോജിക്കായിട്ടും ഇതങ്ങോട്ട് കണക്ട് ചെയ്തു പോകുന്നില്ല. നിങ്ങൾ എല്ലാ സീരിയലിനകത്തുള്ള കഥയും കഥാപാത്രങ്ങളും അവരുടെ ഒരു സിനിമയിലും ഒരു സീരിയലിലും ദാരിദ്ര്യം ഒരു വിഷയമേ അല്ല. ആ കഥയും കഥാപാത്രങ്ങളും എല്ലാം അപ്പർ ക്ലാസ്സിലുള്ളതാണ്. അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ, അവരുടെ സാധനങ്ങൾ, വീട്ടുപകരണങ്ങൾ. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ പോലും അറിയാതെ സ്ത്രീകൾ എങ്ങനെയാണ് നമ്മളിങ്ങനെ ഒരുങ്ങി തന്നെ ഇങ്ങനെ തന്നെയാണ് നടക്കേണ്ടത് എന്നൊരു ധാരണ നമ്മളിലേക്ക് അറിയാതെ വരികയാണ്. അപ്പം നിങ്ങൾ സ്ത്രീകൾ വാങ്ങിപ്പിക്കുകയാണോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അതിന് രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത്, സ്ത്രീകൾ പ്രൈസ് ഇൻസെൻസിറ്റീവ് ആണ് എന്നാണ് പറയുന്നത്. അതായത് സ്ത്രീകൾ വില നോക്കാറില്ല അത്ര സാധനങ്ങൾ വാങ്ങുമ്പോൾ. സത്യമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇച്ചിരി പിശുക്കിയായതുകൊണ്ട് ഞാൻ എപ്പോഴും എന്തെടുത്താലും ആദ്യം വില നോക്കാറുണ്ട്. ഞാൻ സ്വമേധ ഞങ്ങളുടെ ഫാമിലിയിൽ കുറച്ച് പിശുക്ക് ഫാമിലിയാണ്, അതുകൊണ്ടാകാം. അപ്പം ഞാൻ ഞെട്ടിപ്പോയി, അങ്ങനെയാണോ? ചിലപ്പോൾ ശരിയായിരിക്കാം. അവർ ആവശ്യമാണ് നോക്കുക, ഈ സാധനം, കാരണം വീട്ടിലെ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് സ്ത്രീകളാണല്ലോ. അപ്പോൾ അവർ നോക്കുന്നതിൻ്റെ വിലയല്ല, ഈ സാധനം അവിടെ വീട്ടിൽ കൊണ്ടുപോയാൽ മാത്രമേ എനിക്കിത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ എൻ്റെ ജോലി എളുപ്പമാകൂ എന്നുള്ള രീതിയിൽ ചിലപ്പം വില നോക്കാതെ സ്ത്രീകൾ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടാകാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രൈസ് ഇൻസെൻസിറ്റീവ് ആയതുകൊണ്ടാണോ സ്ത്രീകളെ കമ്പോളത്തിലേക്ക് മുതലാളി ആകർഷിപ്പിക്കുന്നത് എന്നുള്ളതറിയില്ല. രണ്ടാമത് ഞാനിത് സെർച്ച് ചെയ്ത് കണ്ടപ്പം മറ്റൊരു ടേമാണ്, എന്താണ്, പിങ്ക് ടാക്സ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതിങ്ങനെ ഗവൺമെൻറ് ഒന്നും ഏർപ്പെടുത്തിയതല്ല, പക്ഷേ അതിന് അങ്ങനെയാണ് പറയുന്നത്. സംഭവം ഇതാണ്, സ്ത്രീകളും പുരുഷന്മാരും ഉപയോഗിക്കുന്ന ഒരേ പ്രോഡക്റ്റാണെന്ന് വിചാരിക്കുക. അതായത് ഇറേസറാണ് പറയുക, ഇറേസർ, ചില ക്രീമുകൾ. അപ്പം അത് പുരുഷന്മാർക്കും ഉണ്ട് അതേ ക്രീം, സ്ത്രീകൾക്കും ഉണ്ട് ക്രീം. പക്ഷേ രണ്ടായിട്ട് ഇറക്കും ആ പ്രോഡക്റ്റ്. സ്ത്രീകളുടെ പ്രോഡക്റ്റിന് ഒരുമാതിരി പിങ്ക് കളറായിരിക്കും. കുറേ ആലോചിച്ച് നോക്കിയാൽ ക്രീമുകളൊക്കെ, ഫേഷ്യൽ ക്രീമുകളൊക്കെ, സ്ത്രീകളുടെ ക്രീമിനൊരു പിങ്ക് കളറുണ്ട് അല്ലേ. ഞാനിപ്പോൾ ഫെയർ ലവ്ലിക്കൊക്കെ ആദ്യം ഇറങ്ങുന്ന മൊത്തം കവറും ഇതുമെല്ലാം പിങ്ക് കളറാണ്. അതേപോലെ ഇറേസറും, സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഇറേസറിന് പിങ്ക് കളറാണ്. അപ്പം അത് പറയുന്നത്, അതായത് സെയിം പ്രോഡക്റ്റിന് രണ്ടിനും രണ്ട് വിലയാണ് എന്നുള്ളതാണ്. സ്ത്രീകൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിന് വില കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് കച്ചവടക്കാർക്ക് കൃത്യമായിട്ട് അറിയാം, അതവർ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് അതിന് വിളിക്കുന്ന പേരാണ് പിങ്ക് ടാക്സ് എന്നുള്ളത്. അപ്പം ഒന്നുകൂടി ആലോചിക്കുക, സ്ത്രീകളെ കൊണ്ട് നിങ്ങൾ വാങ്ങിക്കുകയാണോ, നിങ്ങളെ വാങ്ങിപ്പിക്കുകയാണോ എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രശ്നം. ഇനി ഇതിന് നമ്മൾ വീണ്ടും ഗൂഗിളിൽ തപ്പിയാൽ ബയോളജിക്കൽ ബെനിഫിറ്റ്സ് കാണാം ഷോപ്പിങ്ങിൻ്റെ അല്ലേ. സ്ത്രീകളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് സന്തോഷം തരുന്ന ഒരു കാര്യം ചോദിച്ചാൽ, കടകളിലൊക്കെ ചുമ്മാ കയറി ഇറങ്ങി സാധനങ്ങൾ വാങ്ങുന്നത് ഒരു സന്തോഷമാണ് എന്ന് സ്ത്രീകൾ പറയാറുണ്ട്. ഞാനും അത് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ പ്രൈസ് ഇൻസെൻസിറ്റീവ് അല്ലാത്തത് കൊണ്ട് കടകളിൽ കയറി ഇറങ്ങും, പ്രൈസ് ടാഗ് നോക്കും, സാധനങ്ങൾ വാങ്ങിക്കൂടാ. പക്ഷേ ചുമ്മാ കയറി ഇറങ്ങി വരുന്നത് ഒരു സന്തോഷമാണ് എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് സൈക്കോളജിക്കലി പറയുന്നുണ്ട്, മൂഡ് ചേഞ്ചസ് ഉണ്ടാക്കും എന്നുള്ളതാണ്. അതിനെന്താണ്, റിലേറ്റീവ് തെറാപ്പിയോ അങ്ങനെ എന്താണ് പറയുക. അത് നമ്മൾ കടകളിൽ കയറി സാധനങ്ങൾ വാങ്ങുന്നത് തന്നെ സ്ത്രീകൾക്കൊരു സന്തോഷമാണ്. നമ്മൾ അതിൻ്റെ ബയോളജിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഹോർമോൺ ചേഞ്ചസ് ഉണ്ട്. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ. പുരുഷന്മാർക്ക് സോഷ്യബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഇടങ്ങളുണ്ട് പോകാൻ. സ്ത്രീകൾക്കാകെ പോകാവുന്ന രണ്ട് ഇടങ്ങളുള്ളൂ. ഒന്ന് സാധനങ്ങൾ വാങ്ങാനും പിന്നെ അമ്പലത്തിലേക്കും. ഇപ്പോഴാണ് നമ്മളുടെ സമൂഹം പുരോഗമിച്ചപ്പോഴത്തേക്ക് സ്ത്രീകളുടെ കൂട്ടായ്മ യാത്ര ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. അതും
അപ്പോഴും ആ പറയുന്ന സൗകര്യം മാത്രമാണെന്ന് പറയണം. സ്വന്തമായിട്ട് സമ്പാദ്യമുള്ള സാമ്പത്തിക ഭദ്രതയുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള യാത്രകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൂട്ടുകെട്ടുകളോ ഉണ്ടാകുക. അപ്പോൾ ബാക്കിയുള്ള സ്ത്രീകളുടെ എല്ലാം സോഷ്യബിളായിട്ടുള്ള ഇടം, സന്തോഷം എവിടെയാണ്? അത് തീർച്ചയായിട്ടും അമ്പലങ്ങളും ഈ പറഞ്ഞ ചന്തകളും ആണെന്നാണ്. എൻ്റെ മദർ ഇൻ ലോയെ പറ്റി ഞാൻ വിവാഹം കഴിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ കളിയാക്കി പറയുമായിരുന്നു, ആ അമ്മയ്ക്ക് കുറച്ച് പൈസയും കൊടുത്ത് ചന്തയിൽ വിട്ടാൽ മതി, അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണെന്ന്. അന്ന് എനിക്കത് മനസ്സിലായില്ല. പിന്നെ ഈ വിഷയങ്ങൾ പഠിച്ച് വന്നപ്പോഴാണ് സത്യമാണ്. അപ്പം എന്തുകൊണ്ട് അവർക്ക് അത്രയും സന്തോഷമാകുന്നു എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സോഷ്യബിളാകാനുള്ള, പുറത്തു പോയി ആളുകളുമായിട്ട് ഇടപഴകാനുള്ള ഒരേ ഒരു ഇടം എന്ന് പറയുന്നത് ഈ പറയുന്ന മാർക്കറ്റാണ് എന്നുള്ളതാണ്. സോഷ്യോളജിയിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആദ്യകാലത്ത് ചന്ത എന്ന് പറയുന്നത് സോഷ്യബിലിറ്റിയുടെ ആകെ ഉള്ള ഒരേ ഒരു ഇടമായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത് ക്ഷേത്രങ്ങളാണ് സ്ത്രീകൾക്ക് പോകാൻ പറ്റുന്നത്, അല്ലേ? സ്ത്രീകൾ എന്തുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഇത്രയധികം ഒരുങ്ങിപ്പോകുന്നു എന്ന് ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്. അതൊരു സിനിമയ്ക്കകത്ത് ആ ഡയലോഗ് കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ബിജുമേനൊരു ഒരു സിനിമയ്ക്കകത്ത് പറയാം, തൊട്ടടുത്ത അമ്പലത്തിലേക്ക് പോവുകയാണ്, പോകുന്ന കണ്ടോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ട്രോളായിരുന്നെങ്കിലും ഞാനും വെറുതെ ശ്രദ്ധിച്ചു. ശരിയാണ്, നടന്നു പോകാവുന്ന ദൂരമുള്ള അമ്പലമാണ്. പക്ഷേ അവർ അതിഭയങ്കരമായിട്ട് ഒരുങ്ങി പട്ടുസാരിയൊക്കെ കൊടുത്ത് മാലയൊക്കെ ഇട്ട് പൂവൊക്കെ വെച്ചിട്ട് തന്നെയാണ് സ്ത്രീകൾ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് ജെൻഡർ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് വെറുതെ ചിന്തിച്ചു, എന്തുകൊണ്ടായിരിക്കും അവർ തൊട്ടടുത്ത അമ്പലത്തിലേക്ക് പോകുമ്പോൾ പോലും ഇത്രയധികം ഒരുങ്ങിപ്പോകുന്നു? ഒരുങ്ങുക എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അവർക്ക് പോകാൻ അത്രയും അധികം ഒരുങ്ങി, അല്ലെങ്കിൽ അങ്ങനെ അവരെ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോകാവുന്ന ഇടങ്ങൾ മറ്റിടങ്ങളില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവരെവിടേക്ക് പോകുന്നു? ഈ രണ്ട് സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അതാര് ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ്, മാർക്കറ്റ് ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പം അക്ഷയ തൃതീയയിലേക്ക് നമുക്ക് വീണ്ടും വരാം. അപ്പം അക്ഷയ തൃതീയയുടെ കാരണം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നു അത് ഐശ്വര്യം ഉണ്ടാക്കുന്നതാണ്, ഐശ്വര്യം ഉണ്ടാകുന്നത് കൊണ്ടാണ് സ്വർണം വാങ്ങുന്നത് എന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ സ്വർണം വാങ്ങുകയല്ല, വാങ്ങിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. വാങ്ങിപ്പിക്കുന്നത് കൺസ്യൂമറിസം തന്നെയാണ്, ഉപഭോക്തൃ. അത് നമ്മൾ പറഞ്ഞാലും മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യോളജിക്കൽ വിഷയങ്ങൾ തീരില്ല. നിങ്ങൾ എന്ത് സാധനവും എടുത്തു വെച്ച് നോക്കിയാൽ ആ പരസ്യത്തിനകത്ത് അറിയാൻ പറ്റും. നമ്മളിതൊക്കെ കാണാൻ തുടങ്ങിയതിന് ശേഷമാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. നിങ്ങൾ വെറുതെ കമ്പോളത്തിൽ നോക്കും, ഏറ്റവും കൂടുതൽ ഡ്രസ്സുകൾ ഇറങ്ങുന്നത് ആരുടെയാണ്? പുതിയ ഫാഷൻ ഡ്രസ്സുകൾ ഇറങ്ങുന്നത് പെൺകുട്ടികളുടെ, സ്ത്രീകളുടെയാണ്. ഈ ചുരിദാർ പുരുഷന്മാർക്ക് നോക്കുമ്പോൾ ഷർട്ടോ പാൻറ്റ് ടീഷർട്ട്, അതെന്തുകൊണ്ടാണ് അവർക്ക് വീണ്ടും വെറൈറ്റി വരാത്തത്? സ്ത്രീകൾക്ക് ചുരിദാർ മാത്രമാണെങ്കിൽ പോലും ഇത്ര ടൈപ്പ് ചുരിദാറാണ്, എല്ലാത്തിൻ്റെ പർപ്പസ് ഒന്ന് തന്നെയാണ്. പക്ഷേ ഇത്രയധികം ഫാഷൻ പുതിയതായിട്ട് മാറി വരുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനും ഇത് ചിന്തിച്ചു, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്? ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, മാർക്കറ്റിലേക്ക് വേഗം എത്തിക്കാൻ പറ്റുന്നത് പ്രൈസ് ഇൻസെൻസിറ്റീവായ സ്ത്രീകളെയാണ്. അത് കൃത്യമായിട്ട് മാർക്കറ്റ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. സ്വർണം വാങ്ങിക്കുമ്പോൾ സ്വർണത്തിൻ്റെ വില അക്ഷയ തൃതീയയുടെ അന്ന് ഉള്ളതിനേക്കാൾ 200 രൂപയോളം ഗ്രാമിന് കുറവായിരുന്നു 2 ദിവസം കഴിഞ്ഞപ്പോൾ. എന്നിട്ടും നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അന്നത്തെ ദിവസം സ്വർണം വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് ഐശ്വര്യം കിട്ടൂ എന്നുള്ളത്. അത് ആ വിശ്വാസത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ, അത് വിശ്വാസം എന്നുള്ളതല്ല, വിശ്വാസം ഈ പണ്ടൊന്നും എൻ്റെ ഒന്നും ചെറുപ്പത്തിലൊന്നും എനിക്ക് അക്ഷയ തൃതീയ ഓർമ്മയുമില്ല, സ്വർണം വാങ്ങിച്ചതായിട്ടും ഓർമ്മയില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് തീരുമാനിക്കുന്നത്, എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല, അത് കൃത്യമായിട്ട് മാർക്കറ്റാണ് എന്നുള്ളൊരു ധാരണ നമ്മളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് 2 കാര്യത്തിനും, പരസ്യത്തിന് വേണ്ടിയും അവർ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ്. അതുകൊണ്ടാണ് സ്വർണം സ്ത്രീകളാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് എന്തുകൊണ്ട് നാണയങ്ങളാക്കി വരും, എന്തുകൊണ്ട് ആഭരണങ്ങളാക്കി വാങ്ങിക്കുന്നു എന്നുള്ളതാണ്. സ്വർണം വാങ്ങിച്ചാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് നാണയങ്ങളാക്കി വാങ്ങിക്കാം. അപ്പോൾ ആഭരണങ്ങളാക്കി വാങ്ങിക്കുന്നത് ആരാണ്? അത് സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ സ്ത്രീകളെയാണ് മാർക്കറ്റിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിക്കാൻ പറ്റുക എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അവരിങ്ങനെ സംസാരിച്ചപ്പം ഒരു സുഹൃത്ത് പറഞ്ഞത്, ജുവലറിയിൽ ഈ സ്വർണ്ണത്തിൻ്റെ കുറേ ദിവസം മുമ്പേ ബുക്കിംഗ് വരുമല്ലോ, പിന്നെ അക്ഷയ തൃതീയയുടെ അന്ന് സ്വർണം വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ട് അതിനകത്ത് സമയമുണ്ട്, ഏകദേശം 9:30 മുതലോ 12:40 വരെ എങ്ങാണ്ടാണ് സമയം. ആ സമയം വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് ഐശ്വര്യം ഉണ്ടാകൂ എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ ആ ദിവസം മൊത്തം നിന്നിട്ടും സ്വർണം വാങ്ങിക്കാൻ പറ്റിയില്ല ചിലർക്ക്. അന്നേരം അവിടെ നിന്ന് സെയിൽസ്മാനാണ് പറഞ്ഞത്, സാരമില്ല മാഡം, നിങ്ങൾ സ്വർണം ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അത് തന്നെ നിങ്ങൾക്ക് ഐശ്വര്യം കിട്ടുമെന്ന്. അപ്പം പുള്ളി ഈ സെയിൽസ്മാൻ സുഹൃത്തിനോട് പറയുകയാണ്, എന്തൊരു മണ്ടന്മാരാടാ നമ്മുടെ ആളുകൾ, അങ്ങനെ പറഞ്ഞപ്പോൾ പോലും അവർ വിശ്വസിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ തന്നെ നമ്മൾ വിഡ്ഢികളാക്കിക്കൊണ്ട്, നമുക്കിതെല്ലാം അറിയാം. നേരത്തെ മാഡം പറഞ്ഞ പോലെ എല്ലാം നമുക്കറിയാം. എന്നാലും നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും ഈ പറഞ്ഞ ഇത്രയെല്ലാം ബോധമുണ്ടായിട്ട് നിങ്ങൾ അക്ഷയ തൃതീയയുടെ അന്ന് എല്ലാ ജ്വല്ലറിലും തിരക്കാം. നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ആ ദിവസവും കഴിഞ്ഞ് പിറ്റേ ദിവസം വരെ ബുക്കിംഗ് കൊടുത്ത സ്വർണം പോലും അവർക്ക് കൊടുത്തു തീർക്കാൻ പറ്റില്ല. പിറ്റേ ദിവസമാണ് അതിൻ്റെ കച്ചവടം തീർത്തത് എന്നുള്ളതാണ്. അപ്പം ഇതിലേക്ക് നമ്മൾ എത്തുന്നത് എന്തുകൊണ്ടാണ്? അപ്പം ഞാൻ എൻ്റെ വിഷയം ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ടതിലേക്കും വരും.
അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ എവിടെ പോയാലും ഈ പറഞ്ഞ സംസാരിക്കുന്നിടത്തെല്ലാം പുരുഷന്മാരാണ്. പക്ഷേ യുക്തിവാദവുമായിട്ട് ബന്ധപ്പെട്ട ഏത് സ്ഥലത്ത് പോയാലും പക്ഷേ പ്രശ്നം സ്ത്രീകളാണ് എന്നുള്ളതല്ല, സ്ത്രീകളെയാണ് ഈ പറഞ്ഞ പോലെ യുക്തിരഹിതരാക്കി തീർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത തലമുറയിലേക്ക് ഈ യുക്തിരഹിത ചിന്ത ഉണ്ടാക്കുന്നതും സ്ത്രീകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യുക്തിവാദവുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതും സ്ത്രീകളെ തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അക്ഷയ തൃതീയമായിട്ട് ബന്ധപ്പെട്ട് കൺസ്യൂമറിസത്തെക്കുറിച്ചാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. അതിനകത്ത് മറ്റൊരു കാര്യം ഇപ്പോൾ ഓർത്ത് വരുന്നത്, മൈ ബോഡി മൈ റൂളോ, അങ്ങനെ ഒരു സ്ലോഗനുണ്ട്, എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ഫെമിനിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷേ അപ്പോഴും അതിനെ മാർക്കറ്റ് ഉപയോഗിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. അതായത് സ്ത്രീകളുടെ പ്രോഡക്റ്റിൻ്റെ പരസ്യങ്ങൾ, ഇപ്പോൾ സാരിയുടെ പരസ്യം നമ്മൾ ബോർഡുകളിൽ വെക്കും. ഞാനിപ്പോഴും സാരിയുടെ ഉപയോഗം എന്താണ്, സാരി എങ്ങനെയാണ് പരസ്യങ്ങളിൽ സ്ത്രീകൾ ഉടുത്തിരിക്കുന്നത്, ബോർഡുകളിൽ ഇരിക്കുന്ന പരസ്യങ്ങളിലെല്ലാം സ്ത്രീകൾ ഉടുത്തിരിക്കുന്ന സാരിക്കകത്ത് സാരിയേക്കാൾ കൂടുതൽ പോർട്രേറ്റ് ചെയ്യുന്നത് അവരുടെ ശരീരമായിരിക്കും. അപ്പം ആ ശരീരത്തെ പോലും, അതായത് ഈ റൂൾ ഉപയോഗിച്ചുകൊണ്ട് അവർ യഥാർത്ഥത്തിൽ ഫെമിനിസം ഈ റൂൾ കൊണ്ടുവന്നത്, എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ശരീരത്തിൽ ആക്രമിക്കാൻ പാടില്ല, എൻ്റെ ശരീരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലുള്ളതിനെ തിരിച്ച് മാർക്കറ്റ് എങ്ങനെ ഉപയോഗിച്ചു, എൻ്റെ ശരീരമാണ്, എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യമാണ്, അത് ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ പ്രദർശിപ്പിക്കും എന്നുള്ള രീതിയിലേക്ക് കൺസ്യൂമറിസം അതിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. എല്ലാ സാധനങ്ങളുടെയും, നിങ്ങൾ ഈവൻ ക്ലോസറ്റിൻ്റെ പോലും പരസ്യത്തിനകത്ത് അർദ്ധനഗ്നയായ ഒരു സ്ത്രീ അപ്പുറത്തിരിക്കുന്ന കാണാം. എന്തിനാണ്? ഞാൻ എപ്പോഴും വിളിക്കും, അവിടെ ആർക്ക് വേണമെങ്കിലും ഇരിക്കാമല്ലോ. പക്ഷേ അവിടെ എല്ലാം ഏത് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും പുരുഷന്മാർ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിനകത്തും ഉപയോഗിച്ചിരിക്കുന്നത് സ്ത്രീയെയാണ്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കണക്കൂടെ പറയുന്നു, 93% വസ്തുക്കളും മാർക്കറ്റിൽ ഇറങ്ങുന്ന 97% വസ്തുക്കളും വാങ്ങിക്കുന്നത് സ്ത്രീകളാണ്. അതിനോടൊപ്പം പുരുഷന്മാരുടെ സാധനങ്ങൾ പോലും വാങ്ങിക്കുന്നത് സ്ത്രീകളാണ്. ഏതാണ്ട് 19-50% പുരുഷന്മാരുടെ സാധനങ്ങളും വാങ്ങുന്നത് സ്ത്രീകളാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്കൊന്ന് എത്തി നോക്കിയാൽ അറിയാൻ പറ്റും അല്ലേ. നമ്മളോട് അവർ പറയും, നീ പോയി വാങ്ങിച്ചോളൂ. രണ്ടാമത്തെ നമ്മൾ കടകളിൽ പോകുമ്പോൾ ഇച്ചിരി ക്ഷമ വേണമല്ലോ. അപ്പം ഞാനൊക്കെ മറ്റേ റിഡക്ഷൻ സെയിൽ വരുന്ന സമയത്ത് കടയിൽ ഒരു വട്ടേ പോയിട്ടുള്ളൂ, ഒറ്റ പ്രാവശ്യം പോയി. അവിടുത്തെ ക്യൂ കണ്ട് ഇടിച്ചൊരു സാധനം വാങ്ങിച്ചു. അവസാനം ബില്ലെടുക്കുന്ന ക്യൂ കണ്ടപ്പോഴത്തെ ഹസ്ബൻഡ് മോനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നിൽക്കത്തില്ല, ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു. പിന്നെ അവസാനം വെളുത്ത സാധനം അവിടെ കൊടുത്തിട്ട് ഞാനിങ്ങ് തിരിച്ചു പോയിരുന്നു. അപ്പോൾ അത്രയും ക്ഷമയില്ല എന്നുള്ളത്. അപ്പം നിങ്ങൾ സ്ത്രീകളുടെ ക്ഷമ ഉള്ളവരാണെന്ന് പറഞ്ഞാൽ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ക്ഷമയുടെ സഹനശക്തിയുടെ ആ മൂർത്തിഭാവം, അതൊക്കെ പറഞ്ഞ് വെറുതെ നിങ്ങളെ പറ്റിക്കുകയാണ്. അപ്പോൾ കുടുംബവും നിങ്ങളെ ഒരേപോലെ ചൂഷണം ചെയ്യുന്നു. കുടുംബം ചൂഷണം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മാർക്കറ്റ് നിങ്ങളെ ചൂഷണം ചെയ്യുന്നു. അതായത് പുരുഷന്മാരെ അപേക്ഷിച്ച് 19% കുറവാണ് സ്ത്രീകളുടെ സാലറി അല്ലെങ്കിൽ അവരുടെ ഏണിങ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഏണിങ്സിൻ്റെ മുഴുവനും ചിലവാക്കുന്നത് സ്ത്രീകളാണ്. ഈ 19% കുറവുള്ളതിൽ തന്നെ ശമ്പളത്തിൻ്റെ 100% ചിലവാക്കുന്നത്, കമ്പോളത്തിൽ ചിലവാക്കുന്നത് സ്ത്രീകളാണ് എന്നുള്ളതാണ്. വെറുതെ ഒന്ന് നോക്കിക്കോളൂ, വീട്ടിലെ സാലറിയിൽ ആരുടെ സാലറിയാണ് ഏറ്റവും കൂടുതൽ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത്, സമ്പാദിക്കുന്നത് ആരുടെ പണമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അക്ഷയ തൃതീയയായാലും മതപരമായിട്ടുള്ള ഏത് ആഘോഷങ്ങളായാലും അവിടെയെല്ലാം ഒരു കമ്പോളത്തിൻ്റെ ചൂഷണം കൂടി നടക്കുന്നുണ്ട്. ആ ചൂഷണത്തിൽ ഏറ്റവും കൂടുതൽ ഇരകളാകുന്നത് സ്ത്രീകളാണ്. നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു വലിയൊരു മാർക്കറ്റാണ് നടക്കുന്നത്. അപ്പം സ്ത്രീകളെയാണ് നമുക്ക് ബോധവൽക്കരിക്കേണ്ടത് എന്നുള്ളതാണ്. ഈ അമ്പലങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ രസമാണ്. അമ്പലങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ അമ്പലങ്ങളിലും സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, അമ്പലങ്ങളിലെല്ലാം പ്രശസ്തമാകുന്ന 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന് അവിടുത്തെ പ്രസാദവും, 2 അതിൻ്റെ ആ ഒരു പ്രദേശം ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ ഈ വലിയ ഫേമസ് ആവുന്ന അമ്പലങ്ങളൊക്കെ ഞാൻ വെറുതെ പോയി കാണാറുണ്ട്, എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയണമല്ലോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൻ്റെ അടുത്തുള്ളതാണ് കാട്ടിൽ മേക്കത്തിൽ എന്ന് പറഞ്ഞൊരു ക്ഷേത്രം. അവിടെ ഈ മണി കെട്ടിയിരിക്കുന്ന ഇങ്ങനെ പടങ്ങളിൽ കണ്ട് ഇത്രയും മണി ഉണ്ടോ എന്നൊന്ന് അറിയാൻ വേണ്ടി തന്നെ ഞാൻ അവിടെ ഒന്ന് കാണാൻ വേണ്ടി പോയി. അപ്പോൾ മണികളിങ്ങനെ യഥാർത്ഥത്തിൽ വിശ്വാസപ്രകാരം ആ മണികൾ കെട്ടേണ്ടത് ആലിൻ്റെ വള്ളിക്കകത്താണ്. അവസാനം ആലിൻ്റെ വള്ളി തികയാതെ വന്നപ്പം പിന്നെ അതിനകത്ത് നൂല് കെട്ടിയിട്ട് നൂലിനകത്താണ് ഈ മണി കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ മണി കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതുവഴി നടന്നു പോകുമ്പോൾ കാണാൻ പറ്റും, നേരത്തെ കെട്ടിയിരിക്കുന്ന മണിയെല്ലാം അവിടെ ചവിട്ടുന്നുണ്ട്. അത് താഴെ വീണിട്ട് അവിടെ ചവിട്ടിയ ആൾക്കാർ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഈ ആദ്യമേ കെട്ടിയ ആളുകൾ അത് അത്രയും വിശ്വാസത്തോടെ പവിത്രതയോടെ കെട്ടുന്നു, രണ്ടാമത് വരുന്ന ആളുകൾ അത് ചവിട്ടി നടന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ അമ്പലത്തിലൊരു പ്രത്യേകത ഉണ്ട്, നല്ല രസം. നമുക്ക് അമ്പലത്തിൽ വെറുതെയെങ്കിലും പോകാൻ തോന്നും. ആ അമ്പലത്തിൽ
അമ്പലത്തിന് തൊട്ടപ്പുറത്തൊരു ബീച്ചുണ്ട് കേട്ടോ, മനോഹരമായൊരു ബീച്ചാണ്. ആ ബീച്ചിന് സാധാരണ ബീച്ചിൽ നമുക്ക് ഇറങ്ങാൻ പാടില്ല, കുത്തനെയുള്ള ഇറക്കമായിരിക്കും, നല്ല നിരന്ന ബീച്ചാണ്. അപ്പോൾ അവിടെ മുഴുവൻ വരുന്ന ആൾക്കാർ മുഴുവൻ ആ ബീച്ചിലേക്ക് പോകണം. കൂടുതൽ വരുന്നത് പിന്നെ ചെറുപ്പക്കാർ കുട്ടികൾ വരാറുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും അവിടെ വരാറുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് ആ അമ്പലത്തിനോട് ചേർന്ന് തന്നെ നല്ല ഫുഡുണ്ട്. ഫുഡെന്ന് പറഞ്ഞാൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സുകൾ അവിടെ, അത്രയും വെറൈറ്റി സ്നാക്സ് ഞാൻ വേറെങ്ങും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ജ്യൂസുകളും. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അമ്പലത്തിൽ, അപ്പോൾ കുട്ടികൾക്ക് ഒരു സന്തോഷം, നമുക്ക് ആ അമ്പലത്തിൽ പോയാൽ ബീച്ചിലും പോകാം, എന്താണ് അവിടെ പോയി ഫുഡും കഴിക്കാം. ഞാനത് രണ്ടിനുമാണ് ആ അമ്പലത്തിൽ പോയത് എന്നുള്ളതാണ്, അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളെ അമ്പലത്തിലേക്ക് എങ്ങനെയാണ് ആകർഷിക്കുന്നത്, നിങ്ങളെ അമ്പലത്തിലേക്ക് ആകർഷിച്ച് അവിടെ കൊണ്ടുവന്നിട്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ ആകർഷിക്കുക. ഒന്നുകിൽ ഭക്തിയുള്ളവരെ ഭക്തിയായിട്ട് ബന്ധപ്പെടുത്തി അവിടെ കൊണ്ടുവരും, പിന്നെ എൻ്റർടൈൻമെൻ്റ് ആണ്, അതായത് സ്ത്രീകൾക്ക് വേറെ പുറത്തൊന്നും പോകാൻ സ്ഥലമില്ല, അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുവരും. എന്നിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ ആര് ചൂഷണം ചെയ്യും? മാർക്കറ്റ് നിങ്ങളെ ചൂഷണം ചെയ്യും. ഇതിനെല്ലാം ഇരയാകുന്നത്, മുമ്പിൽ നിൽക്കുന്നത് ആരാണ്? സ്ത്രീകളാണ് എന്നുള്ളതാണ്. സ്ത്രീകളെ ഉപയോഗിക്കുന്നു. ഒരിക്കലും ഞാൻ സ്ത്രീകളെ കുറ്റം പറയല്ല, നമ്മൾ പോലും അറിയാതെ നമ്മളെ അവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അമ്പലങ്ങളുടെ പ്രസാദം, ഞാൻ പ്രസാദം കഴിക്കാൻ വേണ്ടി നമ്മൾ ചില അമ്പലങ്ങളിൽ പോകാറുണ്ടല്ലേ, അമ്പലപ്പുഴ പാൽപ്പായസം, ഞാൻ കൊട്ടാരക്കരയാണ്, കൊട്ടാരക്കര പിന്നെ ഉണ്ണിയപ്പം എന്നൊക്കെ പറഞ്ഞ് തിരുപ്പതി ലഡു. നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥില്ല, അവിടുത്തെ പ്രസാദം കൊണ്ടുവന്നു. ഇതൊക്കെ ആ പ്രസാദം വിൽക്കുന്നത് വഴി അല്ലേ, പിന്നെ ശബരിമലയിലെ സീസൺ സമയത്ത് അരവണ പായസം വിറ്റ് കോടികളാണ് അവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഭക്തി എന്ന് പറയുന്നത് മറ്റൊരു കച്ചവട തന്ത്രമാണ്. അപ്പോൾ ആ കച്ചവടത്തിൻ്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്ത്രീകളെയാണ്. അപ്പോൾ അക്ഷയ തൃതീയയും മറ്റൊന്നുമല്ല, ഈ പറഞ്ഞ പോലെ വിശ്വാസത്തിൻ്റെ കുറേ കഥകൾ കേട്ടി, നമുക്കെല്ലാത്തിനും വിശ്വാസത്തിൻ്റെ ഓരോ കഥകളുണ്ടല്ലോ. ആരോ പറഞ്ഞ പോലെ ഈ നാരങ്ങ ഇല്ലായിരുന്നെങ്കിൽ വാങ്ങിക്കുന്ന പുതിയ വാഹനങ്ങളൊക്കെ എന്ത് ചെയ്യുമായിരുന്നെന്ന് ഇങ്ങനെ ഏതോ ഒരു പ്രഭാഷണത്തിനിടയിൽ ചോദിച്ച് കേട്ട ഞാൻ ഓർമ്മയുണ്ട്. ശരിയാണ്, എല്ലാത്തിനും എന്തർത്ഥമാണ് അതിനകത്തുള്ളത്? നാരങ്ങ വെച്ചിട്ട് പുതിയ വാഹനം ഓടിച്ചു കഴിയുമ്പോൾ അപകടം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണോ? അറിയില്ല എന്താണ് ആ വിശ്വാസം. നമ്മളിപ്പോൾ റോക്കറ്റ് വരെ വിടുമ്പോൾ അതുവരെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ശത്രു സംഹാര പൂജ നടത്താറുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ എല്ലാം വീട് ഞാൻ ചോദിക്കുന്നത്, ഇതിനെല്ലാം നിർബന്ധിക്കുന്നതും ഇതെല്ലാം വീടുകളിൽ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ആരാണെന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാർക്കറ്റുകളിലേക്ക് പോകുന്നത് ആരാണെന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം മതമെന്ന് പറയുന്നതും വിശ്വാസമെന്ന് പറയുന്നതും ഒരു കച്ചവടം തന്നെയാണ്. ആ കച്ചവടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കപ്പെടുന്നതും സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന പുരുഷന്മാർ ഏറ്റവും കൂടുതൽ ബോധവൽക്കരിക്കേണ്ടത് സ്ത്രീകളെയും കൂടിയാണ്. മറ്റൊന്നുമല്ല, നമ്മളുടെ ആ ഒരു സോഷ്യലൈസേഷൻ്റെ ഭാഗമായിട്ട് ഏറ്റവും വീടിനകത്ത് ഒതുങ്ങി നിന്ന് വളരുന്നു. അപ്പോൾ അവരിലേക്ക് വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ എത്താൻ എളുപ്പമാണ്. പുറത്തേക്കുള്ള സോഷ്യബിലിറ്റി ഇല്ല. ഈ പറഞ്ഞ ചർച്ചകളിലും സെമിനാറുകളിലും എത്ര സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ മന്ത്രി ബിന്ദു പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ വീടും തലയിൽ ചുമന്നുകൊണ്ടാണ് നടക്കുന്നത്. അപ്പം തലയിലിരിക്കുന്ന വീടിൻ്റെ ഭാരം ചുമന്ന് തീർന്നിട്ടാണല്ലോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുക. അപ്പോൾ അവരുടെ വീടിൻ്റെ ഭാരം നിങ്ങൾ കൂടി പകുതി ചുമന്നുകൊണ്ട് ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് സ്ത്രീകളെ കൂടി കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങനെ അല്ലാതെ നമുക്ക് ഈ പറഞ്ഞ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്ത് യുക്തിവാദപരമായ എന്ത് പഠനമായാലും എന്ത് ചിന്തയായാലും ബേസിക്കലി അടിസ്ഥാനപരമായി എത്തിക്കേണ്ടത് സ്ത്രീകളിൽ തന്നെയാണ്. കാരണം സ്ത്രീകളിൽ നിന്നാണ് കുട്ടികളിലേക്ക് എത്തുക. ഈവൻ സിമ്പിൾ അക്ഷയ തൃതീയ പോലും അതിനൊരു ഉദാഹരണമാണ്. കാരണം അക്ഷയ തൃതീയയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് സ്വർണ്ണമാണ്, സ്വർണ്ണാഭരണമാണ്. ഈ സ്വർണ്ണാഭരണം ആരുടേതാണ്, ആരെക്കൊണ്ടാണ് വാങ്ങിപ്പിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കൃത്യവും വ്യക്തവുമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം എനിക്കിതിനെക്കുറിച്ച് ഇത്രയുമാണ് പറയാനുള്ളത്. ബാക്കി എന്തെങ്കിലും ചർച്ചകളുണ്ടെങ്കിൽ നമുക്ക് തുടരാവുന്നതാണ്. മാം, എനിക്ക് ചോദിക്കാനല്ല, ഞാൻ ഇതേപോലെ, എൻ്റെ പേര് രാജേശ്വരി. അക്ഷയ തൃതീയയുടെ ആ ഒരു ഇതിനെക്കുറിച്ച് ഞാൻ 3-4 സ്ത്രീകളോട് മുമ്പൊരിക്കൽ പതുക്കെ ഓരോ മേഖലകളിലുള്ളവരോട് ചോദിക്കുകയുണ്ടായി. അപ്പം മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്നറിയാമോ? കമ്പോളങ്ങൾ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ തന്നെ സ്ത്രീകൾ പുരുഷന്മാരെ ചൂഷണം ചെയ്യുന്നുണ്ട് ഈ മേഖല. കാരണം എന്നോടൊരു സാധാരണ ഒരു സ്ത്രീ പറഞ്ഞത്, 1 ഗ്രാമിൻ്റെ സ്വർണം വാങ്ങിക്കാൻ പറഞ്ഞാൽ അദ്ദേഹം കേൾക്കൂല. അപ്പോൾ പറയും, പിന്നെ നിനക്ക് സ്വർണം വാങ്ങിക്കാണ്ടല്ലേ എന്ന് ചോദിക്കും. പക്ഷേ ഈ അക്ഷയ തൃതീയ വന്ന് മാം നേരത്തെ പറഞ്ഞ പോലെ ഐശ്വര്യം സ്ത്രീ മൊത്തമായിട്ടും കൊണ്ടുവന്ന കുടുംബത്തിൽ എല്ലാവർക്കും കിട്ടുന്നതാണ് ബാക്കിയുള്ളവരൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഐശ്വര്യം അക്ഷയ തൃതീയ എന്ന ഒരു സ്ത്രീക്ക് അത്തരം ഒരു ചിന്തയിൽ നിന്നും സ്ത്രീകൾ പുരുഷന്മാരെ ചൂഷണം ചെയ്യുന്നുണ്ട്. അത് ആ ദിവസം പോയി സ്വർണം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കുടുംബത്തിന് മൊത്തം കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ അത് സമ്മതിക്കാൻ പുരുഷന്മാർ തയ്യാറാവുന്നു എന്ന് 3-4 സ്ത്രീകൾ എന്നോട് പറയേണ്ടേ. അപ്പൊ അതൊരു ചെറിയ ചിന്ത ഞാൻ മാമിന്റെ ഇതിലേക്ക് ഇട്ട് തന്നു മാത്രമേ ഉള്ളൂ. ചോദ്യങ്ങൾ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, മാം എല്ലാം പറഞ്ഞു.
അതായത് സ്ത്രീകളെ എങ്ങനെയാണ് ദേവാലയങ്ങളിൽ പോകുന്നത് എന്താണെന്നുള്ളത്. അപ്പൊ അതിൽ പ്രത്യേകിച്ച് ഇനിയൊരു ചോദ്യം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നില്ല, മറ്റാർക്കെങ്കിലും ചോദിക്കാം. ഇതിലിപ്പം പുരുഷന്മാരെ ചൂഷണം ചെയ്യുകയല്ല, ഇതിൻ്റെ ഒരു പ്രശ്നവും വീണ്ടും സ്ത്രീകളിലേക്ക് തന്നെ വരികയാണ്. സ്ത്രീകൾക്ക് സമ്പാദ്യം എത്ര, നമ്മൾ ഈ ജെൻഡർ തിയറി ഞാനിവിടെ പറഞ്ഞില്ല, ജെൻഡറിനകത്ത് പറയുന്നത് 3 റിസോഴ്സത്തിൻ്റെ അഭാവമാണ്, അല്ലെങ്കിൽ ഇൻഇക്വാളിറ്റിയാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ളത്. ഒന്ന് സാമ്പത്തികം, സാമൂഹികം, രാഷ്ട്രീയം. ഈ സാമ്പത്തികം എന്ന് പറയുന്നത് സമ്പത്താണ്, ഭൂമിയാണ്. അപ്പോൾ സമ്പത്തായിട്ട് സ്ത്രീകളുടെ കയ്യിൽ എന്താണ് ഉണ്ടാവുക? പണമാണെങ്കിൽ അത് തീർച്ചയായിട്ടും പുരുഷനും കൂടി അറിയുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ പണം മുഴുവൻ കുടുംബത്തിന് വേണ്ടി സ്ത്രീകൾ ചിലവാക്കുന്നു എന്നുള്ളതാണ്. ഭൂമിയാണ് ഞങ്ങൾ സോഷ്യോളജിയിൽ സമ്പത്തായിട്ട് കണക്കുക. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കാണ്? മൊത്തം കണക്കെടുത്ത് കഴിഞ്ഞാൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കാണ്? പുരുഷൻ്റെ കയ്യിലാണ്. പിന്നെ സ്വർണം നേരത്തെ പറഞ്ഞതുപോലെ ആഭരണം എന്നതിനേക്കാൾ കൂടുതൽ സമ്പാദ്യമാണ്. ഈ താലിമാലയ്ക്ക് സ്ത്രീകൾക്ക് ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ആണ്. യഥാർത്ഥത്തിൽ താലിമാലയൊന്നും അല്ല സംഭവം. ആകെ പണയം വെക്കാൻ എടുക്കാത്ത ഒരേ ഒരു സാധനം ഈ താലിമാലയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ നേരത്തെ ചൂഷണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പിടി വേണമല്ലോ. ചില സ്ത്രീകൾ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു പിടി വേണ്ടേ? അപ്പോൾ അത് സ്വർണം ഒരു സമ്പാദ്യം അസറ്റ് ആയതുകൊണ്ട് ഈ സ്വർണത്തെ അവർ ഉപയോഗിക്കുന്നുള്ളതാണ്. അങ്ങനെ അവർ ഉപയോഗിക്കാൻ കാരണം നേരത്തെ പറഞ്ഞ പോലെ സകല സമ്പാദ്യങ്ങളും സമ്പത്തും പുരുഷൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ പുരുഷനാണ് അതിൻ്റെ അധികാരി എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും നമ്മൾ ആലോചിക്കണം, ഈ പറഞ്ഞവരെ അവർക്ക് അങ്ങനെ ചൂഷണം ചെയ്യേണ്ടി വരുന്നു, അതായത് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് അവിടെ സത്യം എന്നുള്ളത്. ഓക്കെ, ചോദ്യങ്ങൾ ചോദിക്കാനല്ല ഉദ്ദേശിക്കുന്നത്, ചെറിയൊരു അഭിപ്രായം പറയാനാണ്. ഇപ്പോൾ 2 സെഷൻസ് ഞാൻ കേട്ടിട്ട് തൊട്ട് മുമ്പുള്ളതും കേട്ടു. ഇപ്പോൾ തുടർന്നുള്ള ഈ ചർച്ച കേട്ടപ്പം ഇതും ഒരു ലഹരിയാണ്. ഞാൻ ഒരു കോളേജ് അധ്യാപകനായിരുന്നു. 30-ൽ പരം വർഷങ്ങൾ കോളേജ് പഠിപ്പിച്ച ആളാണ്. 2015 ഞാൻ റിട്ടയർ ചെയ്തു. 1984 മുതൽ ഞാൻ സർവീസിലുണ്ടായിരുന്നു. അന്നൊക്കെ ഞങ്ങളുടെ മുമ്പിൽ വരുന്ന കുട്ടികളൊക്കെ ഇച്ചിരി കള്ളു കുടിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി കഞ്ചാവ് കൂടായി, ഇച്ചിരി പട്ടച്ചാരായും കൂടെ, അത്രയൊക്കെ ഉള്ളായിരുന്നു. സാറുമാരും കൂടും, ഞാനല്ല കേട്ടോ, ചിലരൊക്കെ. പക്ഷെ ഇപ്പോഴാണ് ഈ കുറേ കാലമായിട്ട് നമ്മൾ ഈ MDMA കുറിച്ച് കേൾക്കുന്നത്. മുമ്പേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടല്ല, ഞാൻ ചില പോയിന്റ്സ് പറയാൻ എനിക്ക് ഉണ്ടായിരുന്നു. MDMA കഴിച്ച് പ്രശ്നം ഗുരുതരമാക്കിയ ആൾക്കാരെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം അവരിൽ നിന്ന് ഇത് കഴിച്ചു കഴിയുമ്പം ഏതൊരു മാനസികാവസ്ഥയാണ് അവരെ നയിക്കുന്നതെന്നൊക്കെ അവരെന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അല്ല, ഒരാളെ ഞാൻ അവിടെ നിന്ന് മോചിപ്പിച്ചെടുത്ത ആളാണ്, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ ലഹരി പലവിധമുണ്ട്. ഈ സ്വർണം ഒരു ലഹരിയാണ്. ഇവിടെ സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്യേണ്ട. എൻ്റെ പല സുഹൃത്തുക്കളും പുരുഷന്മാരും തടിയൻ സ്വർണ്ണമായിട്ടാണ് നടക്കുന്നത്. ചില ബസ്സിലൊക്കെ കയറുമ്പോൾ കണ്ടക്ടർമാർ ഇവിടുത്തെ 2-3 ബാട്ടണൊക്കെ അഴിച്ചിട്ടിട്ട്, കണ്ടക്ടർമാരുടെ ശമ്പളം തന്നെ നമുക്കറിയാം, പക്ഷെ അവർ സ്വർണ്ണമാലയൊക്കെ പുറത്ത് കാണിച്ച് നടക്കുന്നത്. അപ്പൊ ഈ ലഹരി, സ്വർണത്തോടുള്ള ലഹരി സ്ത്രീകൾക്ക് മാത്രമല്ല, അത് പുരുഷന്മാർക്കും ഉണ്ട്. പിന്നെ ഭാര്യ കുറച്ച് കൊണ്ടുപോരട്ടെ എന്ന് വിചാരിക്കുന്ന പുരുഷന്മാരും ഉണ്ട്. അത് കൂടുതൽ കിട്ടിയില്ലെങ്കിൽ പാമ്പിനെ കൊണ്ട് കുത്തിക്കാനും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആൾക്കാർ തയ്യാറായിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്, സ്വർണം ഒരു അസറ്റാണ്. മാന്ദ്യ കാലഘട്ടത്തിലൊക്കെ ആൾക്കാർ വാങ്ങി വയ്ക്കാറുണ്ട്. ഇപ്പൊ 70,000 രൂപയ്ക്ക് മേളിൽ വന്നിട്ട് ഇത്ര താഴാൻ തുടങ്ങിയിട്ടുണ്ട്. അത് അസറ്റായിട്ട് സൂക്ഷിച്ചു വെക്കാൻ കൊള്ളാം. പക്ഷെ ആഭരണമായിട്ട് ഉപയോഗിക്കുന്നത് ശരിക്കും ഒരു ലഹരി തന്നെയാണ്. അത് പുരുഷനും സ്ത്രീയും ഒരുപോലെ അതിനകത്ത് ഉത്തരവാദികളാണെന്ന് എനിക്ക് പറയാനുള്ളത്. മാഡം, എൻ്റെ പേര് ലിജോ എന്നാണ്. എൻ്റെ സ്ഥലം പിറവമാണ്. ഞാൻ ഒരു മനുഷ്യാവകാശ പ്രവർത്തനം കൂടിയാണ്. ഒരു കാര്യം ചോദിക്കാനുള്ളത്, മാഡം ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ സ്ത്രീയെ ഒരു വിപണന രംഗത്തായാലും അതുപോലെ തന്നെ ഏതൊരു മേഖലയിൽ, ഇപ്പോൾ ഭക്തി മാർഗത്തിലായാലും ഏത് മാർഗത്തിലായാലും സ്ത്രീയെ ഒരു വിൽപ്പന ചരക്ക് അല്ലെങ്കിൽ അവരെയാണ് വിപണന മേഖലയിലേക്ക് ഒരു അഡ്വർടൈസ്മെന്റിന് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. അതിന്റെ കാരണം എന്താണ്? പറയാണ്ട് ചോദ്യം അല്ലല്ലോ, ചോദ്യത്തിനാണ് 2 ചോദ്യങ്ങളുണ്ട്. അത് നേരത്തെ പറഞ്ഞല്ലോ, ജെൻഡർ തിയറിയുടെ ഭാഗമായിട്ട് സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ് എന്നുള്ളതാണ് കൃത്യം. ചൂഷണം ചെയ്യാൻ എളുപ്പമാണ് സ്ത്രീകളെ. എങ്കിൽ പറഞ്ഞോളൂ. പുരുഷന്റെ പ്രൊഡക്റ്റിൽ പോലും സ്ത്രീകളുടെ പിന്നെ അവരെ ഉപയോഗിച്ചാണ് പരസ്യം ചെയ്യുന്നതെന്ന് പറയും. പരസ്യ കമ്പനികൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു പുരുഷനെ സ്ത്രീയിൽ ആകർഷണം ഉണ്ടാകുന്ന എന്താ? അവളുടെ നഗ്നത അല്ലെ അർത്ഥ നഗ്നത. അത് പരസ്യ കമ്പനികൾക്ക് വ്യക്തമായിട്ട് അറിയാം.
പിന്നെ അതേപോലെ തന്നെ സ്ത്രീകൾ ഈ താഴെ കാരണം ഇവിടുത്തെ ബ്രാഹ്മണ്യത്വത്തിന്റെ അവരുടെ അന്നത്തെ ആ 16-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് പിന്തുടർന്ന കാര്യങ്ങളാണ് സ്ത്രീകൾ പിന്നോട്ട് പോകാൻ കാരണം. സ്ത്രീകൾ വീട്ടിലെ കാര്യങ്ങളുമായിട്ട് അവരവിടേക്ക് ഒതുങ്ങി വിദ്യാഭ്യാസ രംഗത്തേക്ക് അവർ പുറത്തേക്ക് വന്നിട്ടില്ല. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായി, സ്ത്രീകൾ ഇപ്പൊ പുറത്തിറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. നല്ല രേഖല വന്നു, ഫെമിനിസം വരെ വന്നു. അവരിപ്പോ പുരുഷനെ പിന്നെ സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങൾ വരെ വന്നു. 498 പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്ന ഒരു തെളിവുകൾ പോലും വേണ്ട ഒരു പുരുഷനെ പുറത്താക്കാൻ വീട്ടിൽ നിന്ന് സ്ത്രീക്ക്. ശരിയാണോ? ഫെമിനിസം പറയുന്നത് എന്താണ്? അവർ പറയുന്നത് അവർക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കണം. ശരി തന്നെ, അവരുടെ ശരീരം, അവരുടെ സ്വതന്ത്രമായ ശരീരം. സ്ത്രീകളാണ് ചിലപ്പോൾ ഒരു പുരുഷന്റെ ഇപ്പോൾ ഞങ്ങളെ വർഷങ്ങളായിട്ട് ചിലപ്പോൾ പുരുഷന്മാർ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ കയറുന്ന ഉടുപ്പില്ലാതിരുന്ന കാലത്ത് ക്ഷേത്രത്തിൽ ഉടുപ്പില്ലാതെ കയറി, ഇപ്പൊ ഉടുപ്പിട്ട് കയറണമെന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ പലതുണ്ട്. അതൊക്കെ പോട്ടെ. പക്ഷേ ഈ ഒരു പുരുഷൻ ഒരു അർദ്ധനഗ്നനോ അല്ലെ പൂർണ്ണ നഗ്നനോ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു സ്ത്രീ നോക്കില്ല. പക്ഷെ ഒരു സ്ത്രീ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായും ഒരു പുരുഷൻ നോക്കും. കാരണം അവളുടെ നഗ്നതയാണ് പുരുഷനിൽ ലൈംഗിക വികാരങ്ങളും അതുപോലെ അട്രാക്ഷനും ഉണ്ടാകും. നേരെ മറിച്ച് സ്ത്രീക്ക് അങ്ങനെയല്ല. സ്നേഹം അതൊക്കെ വിശദമായിട്ട് നമുക്ക് പറയാൻ സമയം കിട്ടുന്നില്ല, എങ്കിൽ പറയാമായിരുന്നു. പക്ഷെ സ്ത്രീകളെ സ്ത്രീകളെ ബോധവൽക്കരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. പിന്നെ സ്ത്രീകൾ പിന്നോട്ടാണെന്ന് പറയാൻ പറ്റില്ല. സ്ത്രീകൾ ഒട്ടും പിന്നോട്ടല്ല, വളരെ മുന്നോട്ടാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അല്ല, ഇതിന് മറുപടി ആയാൽ പിന്നെ ചർച്ച വീണ്ടും നീണ്ടു പോകും. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ മാഷ അതങ്ങ് പറഞ്ഞ് ഫെമിനിസത്തിലേക്കും പിന്നെ അതിൻ്റെ ചർച്ചയിലേക്കും വരും. കാരണം ഫെമിനിസം, ഒറ്റ വാക്കിൽ പറയാം, ഫെമിനിസം എപ്പോഴും ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഫെമിനിസം എന്ന് പറയുന്നത്. ഇപ്പോഴും ഞാനത് എത്രയോ 10 കൊല്ലമായിട്ട് പല ക്ലാസ്സുകളിലും സ്കൂളുകളിലും എവിടെ പോയി പറഞ്ഞാലും അതൊരു തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഫെമിനിസം എന്ന് പറയുന്നത് പുരുഷനെതിരെയുള്ള എന്തോ ഒരു പിന്നെ പ്രവൃത്തിയായിട്ടാണ് പിന്നെ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ പുരുഷനോ സ്ത്രീയോ എന്നുള്ളത് ഒരു വ്യവസ്ഥിതിയാണ്. പുരുഷൻ കേന്ദ്രീകൃതമായ ഒരു അധികാര വ്യവസ്ഥിതിക്കെതിരെയുള്ളൊരു പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഫെമിനിസം. അതിനകത്ത് സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞതുപോലെ സ്ത്രീയുടെ നഗ്നത കമ്പോളം അല്ലെങ്കിൽ മുതലാളിത്തം ചൂഷണം ചെയ്യപ്പെടുകയാണ് എന്ന് തന്നെയാണ് ഞാനും പറഞ്ഞു വെച്ചത്. ഈ പറഞ്ഞത് തന്നെയാണ്. പക്ഷെ അതിനകത്ത് സ്ത്രീ പിന്നെ മുന്നോട്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും നിങ്ങൾ ഒരു വിസിബിലിറ്റി കാണും നിങ്ങൾക്ക്. അതായത് എവിടെ നോക്കിയാലും സ്ത്രീകളെ ഒന്ന് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ എത്ര സ്ത്രീകളുണ്ട്? പുറത്തുള്ള സ്ത്രീകൾ, നിങ്ങളിപ്പം നേരത്തെ പറഞ്ഞ മാർക്കറ്റിനകത്തും പൊതുവിടങ്ങളിലുമുള്ള സ്ത്രീകളും ഇവിടെയുള്ള സ്ത്രീകളുടെ എണ്ണവും കമ്പാരിറ്റീവ് നോക്കും. അപ്പോൾ സ്ത്രീകളുടെ വിസിബിലിറ്റി കൂടി. പക്ഷേ അത് എവിടെയൊക്കെയാണ് കൂടി എന്നുള്ളതാണ് രണ്ടാമത്തെ ചിന്ത. അതായത് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ പറ്റുന്ന ഇടങ്ങൾ എവിടെയാണോ അവിടേക്കാണ് സ്ത്രീകളുടെ വിസിബിലിറ്റി കൂടിയത് എന്നുള്ളതാണ്. അപ്പം അതാ വിസിബിലിറ്റി കൂടി എന്ന് പറഞ്ഞു. അത് എവിടെയാണെന്നും കൂടി ഒന്ന് കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യം മനസ്സിലാകും എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് സ്വർണം ഒരു അസറ്റാണ്. ആദ്യ കാലഘട്ടത്തിലൊക്കെ ആൾക്കാർ വാങ്ങി വയ്ക്കാറുണ്ട്. ഇപ്പോൾ 70,000 രൂപയ്ക്ക് മേളിൽ വന്നിട്ട് ഇത്ര താഴാൻ തുടങ്ങിയിട്ടുണ്ട്. അത് അസറ്റായിട്ട് സൂക്ഷിച്ച് വെക്കാൻ കൊള്ളാം. പക്ഷെ ആഭരണമായിട്ട് ഉപയോഗിക്കുന്നത് ശരിക്കും ഒരു ലഹരി തന്നെയാണ്. അത് പുരുഷനും സ്ത്രീയും ഒരുപോലെ അതിനകത്ത് ഉത്തരവാദികളാണെന്ന് എനിക്ക് പറയാനുള്ളത്. മേഡം, എൻ്റെ പേര് ലിജോ എന്നാണ്. എൻ്റെ സ്ഥലം പിറവമാണ്. ഞാൻ ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ കൂടിയാണ്. ഒരു കാര്യം ചോദിക്കാനുള്ളത്, മേഡം ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ സ്ത്രീയെ ഒരു വിപണന രംഗത്തായാലും അതുപോലെ തന്നെ ഏതൊരു മേഖലയിൽ, ഇപ്പോൾ ഭക്തി മാർഗത്തിലായാലും ഏത് മാർഗത്തിലായാലും സ്ത്രീയെ ഒരു വിൽപ്പന ചരക്ക് അല്ലെങ്കിൽ അവരെയാണ് വിപണന മേഖലയിലേക്ക് ഒരു അഡ്വർടൈസ്മെന്റിന് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. അതിന്റെ കാരണം എന്താണ്? പറയാണ്ട് അല്ലല്ലോ, രണ്ട് ചോദ്യങ്ങളുണ്ട്. അത് നേരത്തെ പറഞ്ഞല്ലോ, ജെൻഡർ തിയറിയുടെ ഭാഗമായിട്ട് സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ് എന്നുള്ളതാണ് കൃത്യം. ചൂഷണം ചെയ്യാൻ എളുപ്പമാണ് സ്ത്രീകളെ. എങ്കിൽ പറഞ്ഞോളൂ. പുരുഷന്റെ പ്രൊഡക്റ്റിൽ പോലും സ്ത്രീകളുടെ പിന്നെ അവരെ ഉപയോഗിച്ചാണ് പരസ്യം ചെയ്യുന്നതെന്ന് പറയും. പരസ്യ കമ്പനികൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു പുരുഷന് സ്ത്രീയിൽ ആകർഷണം ഉണ്ടാകുന്ന എന്താ? അവളുടെ നഗ്നത അല്ലെ അർത്ഥനഗ്നത. അത് പരസ്യ കമ്പനികൾക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ അതേപോലെ തന്നെ സ്ത്രീകൾ ഈ താഴെ കാരണം
ഇവിടുത്തെ ബ്രാഹ്മണ്യത്വത്തിന്റെ അവരുടെ അന്നത്തെ ആ 16-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് പിന്തുടർന്ന കാര്യങ്ങളാണ് സ്ത്രീകൾ പിന്നോട്ട് പോകാൻ കാരണം. സ്ത്രീകൾ വീട്ടിലെ കാര്യങ്ങളുമായിട്ട് അവരവിടേക്ക് ഒതുങ്ങി വിദ്യാഭ്യാസ രംഗത്തേക്ക് അവർ പുറത്തേക്ക് വന്നിട്ടില്ല. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായി, സ്ത്രീകൾ ഇപ്പൊ പുറത്തിറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. നല്ല രേഖല വന്നു, ഫെമിനിസം വരെ വന്നു. അവരിപ്പോ പുരുഷനെ പിന്നെ സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങൾ വരെ വന്നു. 498 പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്ന ഒരു തെളിവുകൾ പോലും വേണ്ട ഒരു പുരുഷനെ പുറത്താക്കാൻ വീട്ടിൽ നിന്ന് സ്ത്രീക്ക്. ശരിയാണോ? ഫെമിനിസം പറയുന്നത് എന്താണ്? അവർ പറയുന്നത് അവർക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കണം. ശരി തന്നെ, അവരുടെ ശരീരം, അവരുടെ സ്വതന്ത്രമായ ശരീരം. സ്ത്രീകളാണ് ചിലപ്പോൾ ഒരു പുരുഷന്റെ ഇപ്പോൾ ഞങ്ങൾ വർഷങ്ങളായിട്ട് ചിലപ്പോൾ പുരുഷന്മാർ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ കയറുന്ന ഉടുപ്പില്ലാതിരുന്ന കാലത്ത് ക്ഷേത്രത്തിൽ ഉടുപ്പില്ലാതെ കയറി, ഇപ്പൊ ഉടുപ്പിട്ട് കയറണമെന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ പലതുണ്ട്. അതൊക്കെ പോട്ടെ. പക്ഷേ ഈ ഒരു പുരുഷൻ ഒരു അർദ്ധനഗ്നനോ അല്ലെ പൂർണ്ണ നഗ്നനോ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു സ്ത്രീ നോക്കില്ല. പക്ഷെ ഒരു സ്ത്രീ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായും ഒരു പുരുഷൻ നോക്കും. കാരണം അവളുടെ നഗ്നതയാണ് പുരുഷനിൽ ലൈംഗിക വികാരങ്ങളും അതുപോലെ അട്രാക്ഷനും ഉണ്ടാകും. നേരെ മറിച്ച് സ്ത്രീക്ക് അങ്ങനെയല്ല. സ്നേഹം അതൊക്കെ വിശദമായിട്ട് നമുക്ക് പറയാൻ സമയം കിട്ടുന്നില്ല, എങ്കിൽ പറയാമായിരുന്നു. പക്ഷെ സ്ത്രീകളെ ബോധവൽക്കരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. പിന്നെ സ്ത്രീകൾ പിന്നോട്ടാണെന്ന് പറയാൻ പറ്റില്ല. സ്ത്രീകൾ ഒട്ടും പിന്നോട്ടല്ല, വളരെ മുന്നോട്ടാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഇതിന് മറുപടി ആയാൽ പിന്നെ ചർച്ച വീണ്ടും നീണ്ടു പോകും. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ മാഷ അതങ്ങ് പറഞ്ഞ് ഫെമിനിസത്തിലേക്കും പിന്നെ അതിൻ്റെ ചർച്ചയിലേക്കും. കാരണം ഫെമിനിസം ഒറ്റ വാക്കിൽ പറയാം, ഫെമിനിസം എപ്പോഴും ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഫെമിനിസം എന്ന് പറയുന്നത്. ഇപ്പോഴും ഞാനത് എത്രയോ 10 കൊല്ലമായിട്ട് പല ക്ലാസ്സുകളിലും സ്കൂളുകളിലും എവിടെ പോയി പറഞ്ഞാലും അതൊരു തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഫെമിനിസം എന്ന് പറയുന്നത് പുരുഷനെതിരെയുള്ള എന്തോ ഒരു പിന്നെ പ്രവൃത്തിയായിട്ടാണ് പിന്നെ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ പുരുഷനോ സ്ത്രീയോ എന്നുള്ളത് ഒരു വ്യവസ്ഥിതിയാണ്. പുരുഷൻ കേന്ദ്രീകൃതമായ ഒരു അധികാര വ്യവസ്ഥിതിക്കെതിരെയുള്ളൊരു പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഫെമിനിസം. അതിനകത്ത് സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞതുപോലെ സ്ത്രീയുടെ നഗ്നത കമ്പോളം അല്ലെങ്കിൽ മുതലാളിത്തം ചൂഷണം ചെയ്യപ്പെടുകയാണ് എന്ന് തന്നെയാണ് ഞാനും പറഞ്ഞു വെച്ചത്. ഈ പറഞ്ഞത് തന്നെയാണ്. പക്ഷെ അതിനകത്ത് സ്ത്രീ പിന്നെ മുന്നോട്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും നിങ്ങൾ ഒരു വിസിബിലിറ്റി കാണും നിങ്ങൾക്ക്. അതായത് എവിടെ നോക്കിയാലും സ്ത്രീകളെ ഒന്ന് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ എത്ര സ്ത്രീകളുണ്ട്? പുറത്തുള്ള സ്ത്രീകൾ നിങ്ങളിപ്പം നേരത്തെ പറഞ്ഞ മാർക്കറ്റിനകത്തും പൊതുവിടങ്ങളിലുമുള്ള സ്ത്രീകളും ഇവിടെയുള്ള സ്ത്രീകളുടെ എണ്ണവും കമ്പാരിറ്റീവ് നോക്കും. അപ്പോൾ സ്ത്രീകളുടെ വിസിബിലിറ്റി കൂടി. പക്ഷേ അത് എവിടെയൊക്കെയാണ് കൂടി എന്നുള്ളതാണ് രണ്ടാമത്തെ ചിന്ത. അതായത് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ പറ്റുന്ന ഇടങ്ങൾ എവിടെയാണോ അവിടേക്കാണ് സ്ത്രീകളുടെ വിസിബിലിറ്റി കൂടിയത് എന്നുള്ളതാണ്. അപ്പം അതാ വിസിബിലിറ്റി കൂടി എന്ന് പറഞ്ഞു. അത് എവിടെയാണെന്നും കൂടി ഒന്ന് കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യം മനസ്സിലാകും എന്നുള്ളതാണ്.